വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ജഹസ്താമലകം ജശിഷ്യം തം തൊടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. മൂകം കരോതി വാചാലം പങ്കും ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യാം ദാസോഹം തവ കേശവ. ശുഗരൂപപ്രബോധജ്ഞാം സർവശാസ്ത്രവിശാരദാം ഏതൽകഥാപ്രകാശേന മതജ്ഞാനം വിനാശയാം. വന്ദേ നന്ദൗ വ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശാം യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ദേഹേന്ദ്രിയമനോബുദ്ധിപ്രേരകം സർവസാക്ഷിണം ശ്രീപതിം കരുണാസിന്ധും ശ്രീകൃഷ്ണം ഭാവയേ സദാ. ശ്രീകൃഷ്ണശരണം സമസ്തജഗതാം കൃഷ്ണം വിനാ കാ ഗതി. കൃഷ്ണേന പ്രതിഹന്യതേ കലിമലം കൃഷ്ണായ തുഭ്യം നമാം. കൃഷ്ണാൽത്രസ്യതി കാലഭീമഭുജഗം കൃഷ്ണസ്യ സർവം വശേ. കൃഷ്ണേ ഭക്തിരകണ്ഠിതാ ഭവതു മേ ഭോ കൃഷ്ണ ത്വം ഏവാശ്രയഃ. ഹരി ഓം. ഇപ്പോൾ വേദവ്യാസ മഹർഷി ലോകഹിതത്തിന് വേണ്ടി പലതും ചെയ്തു. ഒന്നായ വേദം സാധാരണക്കാർക്ക് അപ്രാപ്യമായതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടി 4 വിഭജിച്ച് 4 ശിഷ്യന്മാരിലൂടെ ലോകത്തിൽ പ്രചരിപ്പിച്ചു. എന്തിനാ? വൈദിക കർമാനുഷ്ഠാനം ഒരാളുടെ മനസ്സിന് വേഗം ശുദ്ധിയെ കൊടുക്കും. അതിന് വേണ്ടിയിട്ട്, അതിൻ്റെ വൈദിക ധർമ്മം അറിയാൻ വേണ്ടിയിട്ട് ആ ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാരിൽ വിഭജിച്ച് അങ്ങനെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയാ ശാഖോപശാഖകളായി വേദത്തിന് വളരെ 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 ശാഖകളുണ്ടായി. അത്രയും ശാഖകളുണ്ടായിച്ചാൽ അത്രയധികം ആളുകളിലേക്ക് അത് ഇറങ്ങി വന്നു എന്നർത്ഥം. വലിയ ഉയരത്തുനിന്ന് താഴേക്ക് ഒരു നദി ഒഴുകി ഇങ്ങനെ പ്രതലങ്ങളിലൂടെ സമുദ്രപര്യന്തം സേവനം ചെയ്യണ പോലെ വേദം ഇങ്ങനെ പ്രചരിച്ചു വന്നു. എങ്കിലും അദ്ദേഹം ആലോചിച്ചു, എല്ലാവർക്കും വേദം പഠിച്ചാൽ മനസ്സിലാവില്ല. വേദം പഠിച്ച ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാരുണ്ട്. അക്കൂട്ടരെ അനുഗ്രഹിക്കണമല്ലോ. അവർക്ക് വേണ്ടിയിട്ട് വേദസാരം മഹാഭാരതത്തിലൂടെയും പുരാണങ്ങളിലൂടെയും രചിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് കൃതാർത്ഥത അനുഭവപ്പെട്ടില്ല എന്നാണ്. അപ്പം അദ്ദേഹം സ്വയം ഇരുന്ന് തൻ്റെ ആശ്രമത്തിൽ ഹിമാലയത്തിൽ ബദരീനാഥത്തിലിരുന്ന് ആലോചിച്ചു, എന്താണ് ഞാൻ എൻ്റെ ഗുരുജനങ്ങളെയൊക്കെ വേണ്ട പോലെ പൂജിച്ചു, ഈശ്വരനെ വേണ്ട പോലെ ആരാധിച്ചിട്ടുണ്ട്, ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് അവർക്കൊക്കെ പരമശ്രേയസ് ഉണ്ടാവാൻ വേദത്തെയും വൈദിക ധർമ്മത്തെ ഇതിഹാസ പുരാണങ്ങളിലൂടെയൊക്കെ രചിച്ച് പ്രചരിപ്പിച്ചിട്ടും എന്താണ് എൻ്റെ മനസ്സിന് ആത്മാവിനെ അറിയാത്ത അജ്ഞാനികൾക്കെന്ന പോലെ ദുഃഖം. ആത്മാവിനെ അറിയാത്തവർക്കാണ് അനാത്മാവിനെ താനെന്നനുസരിച്ച് ദുഃഖം ഉണ്ടാവുക. അപ്പോൾ വാസ്തവത്തിൽ താൻ
ബ്രഹ്മജ്ഞാനിയാണ്, ബ്രഹ്മതേജസ് കൊണ്ട് ജ്വലിക്കുന്ന ആളാണ് വേദവ്യാസ മഹർഷി, ഈശ്വരാവതാരമാണ്. അപ്പം അദ്ദേഹത്തിന് അങ്ങനെ വരാൻ പാടില്ല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ചിന്ത അറിഞ്ഞു ഭഗവാൻ. നമ്മുടെ ചിന്ത കാണണ്ടാര്? ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രേരകം സർവസാക്ഷിണം. നമ്മുടെ ഹൃദയത്തിൽ എല്ലാം കണ്ടുകൊണ്ട് സാക്ഷിയായിരിക്കുന്ന കൃഷ്ണൻ അറിയും, ഭഗവാൻ അറിയും. ഉടനെ ഭഗവാൻ നമ്മുടെ ആ ചിന്ത ആത്മാർത്ഥമാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കി തരും. ഉടനെ പരിഹാരം വന്നു. ഗുരുജിൻ്റെ രൂപത്തിൽ, ശ്രീനാരദൻ്റെ രൂപത്തിൽ ഭഗവാൻ അവിടെ അനുഗ്രഹത്തിനെത്തി. മഹാത്മാക്കളെ കാണാൻ കഴിയുന്നത് തന്നെ വലിയ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് അർത്ഥം. അപ്പോൾ നാരദ മഹർഷി വന്നു, അദ്ദേഹത്തിനെ ഭക്തിയോടുകൂടി ആദരവോടുകൂടി നമസ്കരിച്ചു, പാദപൂജയൊക്കെ ചെയ്തു. എന്നിട്ട് അടുത്തിരുന്നു. അപ്പോൾ വേദവ്യാസ മഹർഷിയുടെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. കാരണം അങ്ങ് ഇങ്ങനെ ദുഃഖിക്കാൻ അർഹതയില്ലാത്ത ആളാണ്. കാരണം സർവ്വം അറിയുന്ന ആളല്ലേ, എന്തുകൊണ്ടാണ് പിന്നെ അങ്ങക്ക് വിഷമം? അങ്ങയുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ സുഖം തന്നെയല്ലേ എന്നൊക്കെ കുശലം ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, അങ്ങ് മഹാഭാരതം ഒന്ന് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം തന്നെ ലോകം അനുഗ്രഹീതമാവണം. എല്ലാവർക്കും വേണ്ടതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താ? ശ്രേയസ് ആഗ്രഹിക്കുന്ന ഒരാൾ അടിസ്ഥാനമായിട്ട് ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടത് ധർമ്മമാണ്. അതിൻ്റെ മഹിമ അത്രയും പെരുപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അതൊന്നുകൊണ്ട് തന്നെ അങ്ങ് ധന്യനും കൃതാർത്ഥനും ആകേണ്ടതാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങയുടെ മനസ്സിന് ഒരു സുഖമില്ലാത്തതുപോലെ തോന്നണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരിയാണ് അങ്ങ് പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടണില്ല. അങ്ങ് സാക്ഷാൽ നാരായണ ഭഗവാന്റെ പേരക്കുട്ടിയാണ്. നാരായണ ഭഗവാന്റെ പുത്രൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. എല്ലാവർക്കും എവിടെയും പോകാൻ പറ്റില്ല. അങ്ങക്ക് എല്ലാ ലോകത്തും എപ്പോൾ വേണമെങ്കിലും ചെല്ലാം. അങ്ങനെയുള്ള അങ്ങ് സൂര്യനെ പോലെ എല്ലാവരുടെയും ഇരുട്ടിനെ നീക്കുന്ന ആളാണ്, അജ്ഞാനാന്ധകാരത്തെ നീക്കുന്ന ആളാണ്. സൂര്യനെ ഇരുട്ടിനെ നീക്കുന്ന വസ്തുവിനെ പ്രകാശിപ്പിച്ചു കൊടുക്കുന്ന പോലെ അങ്ങ് എല്ലായിടത്തും ചെന്ന് ജനങ്ങളുടെ ഹൃദയത്തിലെ അറിവില്ലായ്മയുടെ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തെ നീക്കി അവർക്കൊക്കെ അവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപനായ സാക്ഷാൽ നാരായണനെ പ്രദാനം ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ, എൻ്റെ ന്യൂനത എന്താണ് അർത്ഥം? പറഞ്ഞു, ശരിയാണ്, അങ്ങ് ചെയ്ത കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ, ലോകമംഗളത്തിനാണ്. പക്ഷേ എങ്കിലും അങ്ങ് ചെയ്ത ഈ ധർമ്മ അർത്ഥ കാമ മോക്ഷ പ്രതിപാദനം കൊണ്ട് ഭഗവാൻ സന്തോഷിച്ചിട്ടില്ല. ഭഗവാൻ സന്തോഷിച്ചാലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഭഗവാൻ സന്തോഷിക്കാത്ത ഒരു പ്രവൃത്തി കൊണ്ടും നമുക്ക് സന്തോഷം ഉണ്ടാവാൻ പോണില്ല. അതുകൊണ്ട് തന്നെ ഏത് പ്രവൃത്തിയും ഭഗവാന്റെ സന്തോഷത്തിനെന്ന സങ്കല്പത്തോടെ നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കും മനസ്സംതൃപ്തി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഭഗവാൻ സന്തോഷിക്കാൻ ഉതകാത്ത ഏതൊരാളുടെ ഏതൊരു പ്രവൃത്തിയും അപൂർണമാണ്. ഭഗവാൻ സന്തോഷിക്കാൻ ഇടവന്നാൽ മാത്രമേ നമ്മൾ ചെയ്ത് പൂർണ്ണമായിട്ടുള്ളൂ എന്നർത്ഥം. അപ്പം ഈ ഒരു സങ്കല്പം, ഈ ഒരു ഭാവന എല്ലാത്തിനും വേണം. അതെന്താ അങ്ങനെ ഭഗവാൻ സന്തോഷിക്കാതിരിക്കാൻ കാരണം യഥാ ധർമാദേശ്ചാർത്ഥ മുനിവര്യ അനുകീർത്തിതാഹ ന തഥാ വാസുദേവസ്യ മഹിമാഹി അനുവർണിതാഹ. അങ്ങ് മഹാഭാരതത്തിലൂടെ ധർമ്മം അർത്ഥം കാമം മോക്ഷം ചതുർവിധ പുരുഷാർത്ഥങ്ങളെ നേടാനുള്ള മാർഗം വിസ്തരിച്ചിട്ടുണ്ട്. ആ ധർമാദി പുരുഷാർത്ഥങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം, ഇമ്പോർട്ടൻസ് അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടോ അത്രയും പ്രാധാന്യം ഭഗവാന്റെ മഹിമയ്ക്കും ഭഗവാന്റെ പുണ്യ യശസ്സിനും ഭഗവാന്റെ ലീലകൾക്കും അങ്ങ് കൽപ്പിച്ചിട്ടില്ല. അതന്നെ അങ്ങനെ പറയാൻ പറ്റുമോ? ഹരിവംശം മഹാഭാരതത്തിൻ്റെ എന്താ പറയുക അനുബന്ധമാണ്. അതിൽ ഹരിയുടെ മഹിമ തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രാധാന്യം ഹരിയുടെ മഹിമയ്ക്കല്ല. പിന്നെയോ പ്രധാനം മഹാഭാരതം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടി വരും എന്താ? കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ജീവിതം അല്ലേ? എല്ലാവർക്കും മനസ്സിൽ ഹൃദയസ്ഥമായിട്ടുള്ളതാ. അല്ലാണ്ട് അവിടെ ഹരിമഹിമയോ ഭഗവാൻ കൂട്ടത്തിൽ ഗീതൊക്കെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും അതിലല്ല ശ്രദ്ധ പോണേ അല്ലേ? അതെ. അപ്പോൾ ഭഗവാന്റെ മാഹാത്മ്യത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കണമായിരുന്നു, അത് കൊടുത്തില്ല. അതിന് എന്താണ് ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കാത്ത, ഭഗവാന്റെ മാഹാത്മ്യത്തെ സൂചിപ്പിക്കാത്ത പ്രതിപാദ്യങ്ങളെ കൊണ്ടോ വർണ്ണനകളെ കൊണ്ടോ ഗ്രന്ഥങ്ങളെ കൊണ്ടോ കവിതകളെ കൊണ്ടോ പ്രയോജനം? സജ്ജനങ്ങൾ എപ്പോഴും ഭഗവാന്റെ ആ പാതാരബിന്ദങ്ങളിൽ പറ്റിക്കൂടിയിരിക്കുകയാണ് മഹാന്മാരുടെ മനസ്സ്. അത് അവരുടെ മനസ്സ് എങ്ങനെയാണ്? ഒരു കുഞ്ഞ് അരയന്ന പക്ഷി മാതിരിയാണ്. ഹംസപക്ഷി എപ്പോഴും എവിടെ ഇരിക്കുക? താമരയിലിരിക്കുക അല്ലേ? ഭഗവാന്റെ പാദപത്മത്തിലാണ് ഈ മഹാത്മാക്കളുടെ മനസ്സാകുന്ന ആ ഹംസപക്ഷി എപ്പോഴും പറ്റിയിരിക്കുക. അതുകൊണ്ട് അവരെപ്പോഴും പരമാനന്ദത്തിലിരിക്കുക.
അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക്, സജ്ജനങ്ങൾക്ക് ഒരിക്കലും ഈശ്വരനെ കുറിച്ചല്ലാതെ ലോകകാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രതിപാദനങ്ങളിൽ ഒരു താല്പര്യമില്ല എന്നർത്ഥം. അതിനെ അവരെങ്ങനെ കണക്കാക്കണത്? കാക്കകൾ കുളിക്കുന്ന ചെളിക്കുണ്ടായിട്ടാണ് കണക്കാക്കിക്കണേ ഈ മഹാത്മാക്കൾ ഇത്തരം കൃതികളെ. ചോദിക്കുകയാണ്, മാനസ സരസിൽ വിഹരിക്കുന്ന അരയന്നങ്ങൾ ഈ പൊട്ടക്കുളത്തിൽ എന്താ പറയുക, കാക്കകൾ കുളിക്കുന്ന ഈ ചെളിക്കുണ്ടിൽ വന്ന് കുളിക്കാൻ മോഹിക്കോ? ഇതുപോലെയാണ് ഭഗവാന്റെ പാദപത്മ മകരന്തം അനുഭവിച്ചുകൊണ്ട് ആ ആനന്ദാനുഭൂതിയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന മാനസ സരസിലെ ഹംസങ്ങൾക്ക് തുല്യരാണ് ഈ സജ്ജനങ്ങളും മഹാത്മാക്കളും. അവരൊരിക്കലും ഈ വിഷയവാർത്തകളെ, ലോകത്തിൽ പണമുണ്ടാക്കാനും അതിനുവേണ്ടി അതുപോലെയുള്ള ഭോഗങ്ങൾ അനുഭവിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് തെല്ലും താല്പര്യമില്ല എന്ന്. അതാ പറഞ്ഞത്, വചശ്ചിത്രപദം ഹരേർയശോ ജഗൽ പവിത്രം പ്രഗൃണീത കർഹിജിത് തത്വായസം തീർത്ഥമുശന്തി മാനസാഹ ന തത്ര ഹംസാ നിരയന്തി ഉശിക്ഷയാം. ഒരാളുടെ കൃതികൾ എത്ര കേമാവട്ടെ, ചിത്രപദം നല്ല എന്താ പറയുക, നല്ല ഭാഷ പറയില്ലേ, നല്ല സാഹിത്യം, നല്ല കവിത, ഇങ്ങനെയൊക്കെയുള്ള വിശിഷ്ടമായ പദങ്ങളോട് കൂടിയതാവാം. പക്ഷേ അതിൽ ഈശ്വരൻ്റെ മാഹാത്മ്യത്തെ വർണ്ണിച്ചിട്ടില്ല, ഭഗവാന്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തെ വർണ്ണിച്ചിട്ടില്ല എങ്കിൽ അതിന് ജഗൽപവിത്രം, ലോകത്തിനെ പരിശുദ്ധമാക്കാനുള്ള കഴിവില്ലേ. ജഗത്തിനെ പരിശുദ്ധമാക്കാനുള്ള കഴിവ് ഹരേഹെ യശഃ, ശ്രീഹരിയുടെ ഗുണഗണങ്ങൾക്കും യശസ്സിനും മാഹാത്മ്യങ്ങൾക്കും മാത്രമേ ഉള്ളൂ അത്രേ. അപ്പൊ ലോകത്തിനെ പവിത്രമാക്കാൻ കഴിവുള്ളതായ ഭഗവാന്റെ യശസ്സിനെ വർണ്ണിക്കാത്ത വർണ്ണനകളെ എത്ര തന്നെ കേമായാലും വിരോധമില്ല. അതിനെ വായസം തീർത്ഥം ഉശന്തി, കാക്കകൾ കുളിക്കുന്ന പൊട്ടക്കുളായിട്ടേ കണക്കാക്കിയിട്ടുള്ളൂ മഹാത്മാക്കള്. മനസ്സിലായോ? അവരുടെ മനസ്സാണെങ്കിലോ, അവരുടെ മനസ്സ് മാനസാ ഹംസ, മാനസധരസിലെ ഹംസങ്ങളെന്ന പോലെ ആ മാനസധരസിലെ ഹംസങ്ങൾ എപ്പോഴും ആ മാനസധരസിലുള്ള താമരയിലാണ് ഇരിക്കുക. ഇതുമാതിരി ഇവിടെ പരമഹംസന്മാരാണ് അവര് ഭഗവാന്റെ പാദപത്മത്തിലാണ് അവരെ മനസ്സ് സദാ രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇതിലൊട്ടും താല്പര്യമില്ല എന്ന് പറയാം. അതുകൊണ്ട് ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്ന വർണ്ണനയല്ല അങ്ങ് ഇതുവരെ ചെയ്തിട്ടുള്ളത്രേ. അതിനത്രയൊന്നും പ്രാധാന്യം ഇല്ല, അങ്ങ് കൽപ്പിച്ചിട്ടില്ല എന്നർത്ഥം. അതുമാത്രമല്ല, ഭക്തന്മാർക്കും ഭഗവാനും ഒക്കെ പ്രിയങ്കരമായിട്ടുള്ളത് അതൊന്നു മാത്രമാണ്. തത് വാഗ് വിസർഗോ ജനതാഖ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാനി അനന്തസ്യ യശോങ്കിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. ഓൺ ദ അതർ ഹാൻഡ്, നേരെ മറിച്ച് ഭഗവാന്റെ ഗുണഗണങ്ങളെയും മഹാത്മ്യങ്ങളെയും തിരുനാമവൈഭവത്തെയും വർണ്ണിക്കുന്നതാണ് ഒരാളുടെ കൃതിയെങ്കിലോ രചനയെങ്കിലോ അതിൽ തെറ്റുണ്ടായിക്കൊള്ളട്ടെ, അത് വലിയ സാഹിത്യ ഭംഗി വേണ്ട, അതിൽ പ്രാസങ്ങൾ വേണ്ട, അതിൽ അലങ്കാരങ്ങളൊന്നും ശരിയാവണമെന്നില്ല, മനോഹരമാവണമെന്നില്ല അല്ലേ. അങ്ങനെയൊക്കെയുള്ള ഒരു കൃതി ആയാലും ഭഗവാനെ കുറിച്ചാണോ പറയുന്നത്? അതായത് ആ ഭഗവാന്റെ മഹിമകൾ ലോകത്തിന് മുഴുവൻ പവിത്രീകരിക്കുന്നതാണെന്നതുകൊണ്ട്, അത് പറയുന്നവരെയും കേൾക്കുന്നവരെയും കേൾപ്പിക്കുന്നവരെയും കൊണ്ടാടുന്നവരെയും എല്ലാവരെയും ശുദ്ധീകരിക്കുന്നത് കൊണ്ട് മഹാത്മാക്കള് അതിനെ നിരന്തരം പാടുന്നു, കേൾക്കുന്നു, ഒറ്റയ്ക്കിരുന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അതിൽ രമിക്കുന്നു. ഇതാണ് ഭഗവത് മഹിമയും ലൗകികമായിട്ടുള്ളതായ വിഷയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്നർത്ഥം. ഇപ്പൊ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾക്കുള്ള മാർഗങ്ങൾ പറഞ്ഞു, ഇല്ല എന്ന് പറയണില്ല, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ അതിനൊക്കെ ഒരാൾക്ക് യോഗ്യത നേടിക്കൊടുക്കുന്നത് മനഃശുദ്ധിയാണ്. ആ മനഃശുദ്ധിക്ക് ഉതകുന്നത് ഭഗവാന്റെ മഹിമകളാണ്. ആ ഭഗവാന്റെ മഹാത്മ്യങ്ങളിൽ മാത്രമേ സജ്ജനങ്ങൾക്ക് താല്പര്യമുള്ളൂ. അങ്ങനെ സജ്ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ കുറേ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ആർക്കും പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ ഭഗവൻ മഹിമകളെ കേൾക്കാൻ രസം, കേൾപ്പിക്കാൻ രസം, ആരും പറയാൻ ആളുണ്ടെങ്കിൽ കേൾക്കാൻ ആളുണ്ടെങ്കിൽ പറയാം അല്ലേ, അല്ല കേൾക്കാൻ അവസരം ഉണ്ടെങ്കിൽ കേൾക്കാം. ഇതൊന്നുമില്ലെങ്കിലോ നമുക്ക് ഒറ്റയ്ക്കിരുന്നതിൽ ആലോചിച്ച് രസിക്കാലോ. ഇങ്ങനെയാണ് സജ്ജനങ്ങളുടെ ജീവിതത്രയനർത്ഥം. ഇനി ഒന്നും കൂടിയും പറഞ്ഞു നാരദ മഹർഷി, നൈഷ്കർമ്മമവി അച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുതപ്പുനഃശശ്വത ഭദ്രമീശ്വരേ നജാർപ്പിതം കർമ്മയതപ്യകാരണം. നൈഷ്കർമ്മ്യം അപി, നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം എന്നർത്ഥം. ആ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മെ നയിക്കുന്ന, അജ്ഞാനത്തെ
ഇല്ലാണ്ടാക്കി തീർക്കുന്ന സകല ദുഃഖങ്ങളുടെയും കാരണമായ ആ മായയെ ജയിക്കാൻ സഹായിക്കുന്ന ആ ആത്മജ്ഞാനം പോലും ഭഗവത് ഭക്തി ഇല്ലാത്തതാണെങ്കിലോ അത് ബൗദ്ധികമായിട്ടിരിക്കുള്ളൂ, ബുദ്ധിപരമായിരിക്കുള്ളൂ അറിവ്, അനുഭവത്തിലെത്തിക്കില്ല അത്രേ. അച്യുതഭാവവർജിതം നൈഷ്കർമ്മ്യം. അച്യുതഭാവവർജിതം, ഭാവം ഭഗവത് ഭക്തി. ഭഗവത് പ്രേമം ഇല്ലെങ്കിൽ, ഭക്തിയില്ലെങ്കിൽ ജ്ഞാനം പോലും അനുഭവത്തിൽ വരില്ല. പിന്നെ കർമ്മത്തിൻ്റെ കാര്യം പറയാനുണ്ടോ? നമ്മളെ സാക്ഷാത്കാരത്തിലേക്ക്, ദുഃഖത്തെ നിവൃത്തിയിലേക്ക് നയിക്കുന്നതാണ് ആത്മജ്ഞാനം. ആ ആത്മജ്ഞാനമൊക്കെ ഒരാൾ വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് നേടിയിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് ഭക്തിയില്ലെങ്കിലോ അയാളുടെ മനസ്സിന് ശുദ്ധി ഉണ്ടാവില്ല. ആ പഠിച്ച അറിവ് കാപ്പിയിൽ പഞ്ചസാരയിട്ട് ഇളക്കാണ്ടിരുന്ന് എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഇരിക്കുള്ളൂ അത്രേ. മനസ്സിലായില്ലേ? നല്ല ഡിക്കേഷൻ കോഫിയൊക്കെ കൊണ്ടുവന്നു ഒരാൾ, അപ്പം അത് എടുക്കുമ്പോൾ കഴിക്കണു. എന്താ അതുപോലെ ഡിക്കേഷനൊക്കെ പാകായമാതിരി പഞ്ചസാര ഉണ്ടെങ്കിലേ സ്വാദം ഉണ്ടാവുള്ളൂ അല്ലേ? പക്ഷേ പഞ്ചസാര ഇട്ടുണ്ട്, അത് ഇളക്കിയില്ലായിരുന്നു. ഇതുമാതിരിയാണ് നമ്മുടെ ബുദ്ധിയിൽ ഒരുപാട് പഠിച്ച് ബ്രഹ്മാണ് സർവം ബ്രഹ്മം, സർവം പരമാത്മാ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് അനുഭവത്തിലെത്തില്ല ഭക്തിയില്ലെങ്കിൽ എന്നർത്ഥം. അപ്പോൾ ജ്ഞാനം അലം ശോഭതേ, നിർമ്മലമായ ജ്ഞാനം പോലും, പരമാത്മ വിഷയമായ ജ്ഞാനം പോലും ഒരാൾക്ക് അനുഭവമാകണമെങ്കിൽ ഭക്തി അനിവാര്യം. ഭക്തി ഉണ്ടാവണമെങ്കിലോ ഭഗവാന്റെ മഹിമകളുടെ, ഭഗവാന്റെ ലീലകളുടെ ശ്രവണവും കീർത്തനവും സ്മരണവും തന്നെയാണ് ആശ്രയം. നൈഷ്കർമ്മ്യം, ഈശ്വരാർപ്പണമായി അർപ്പിച്ചാലേ കർമ്മം പോലും ഒരാളെ നൈഷ്കർമ്മ്യത്തിലേക്ക്, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുള്ളൂ. അപ്പോൾ ഈ ജ്ഞാനം പോലും ഭക്തിയില്ലെങ്കിൽ അനുഭവമാവില്ല എന്നുണ്ടെങ്കിൽ കർമ്മങ്ങളുടെ കഥ പറയണോ? പൊതുവെ ആൾക്കാർ കാമ്യകർമ്മങ്ങളിലല്ലേ താല്പര്യമാവണത്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ലേ കർമ്മം ചെയ്യുക. അതിൻ്റെ ഫലം എന്താ? ദുഃഖമാണ് അല്ലേ? കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ക്ലേശം, കർമ്മം ചെയ്തു കഴിഞ്ഞാലും വിചാരിച്ചത് കിട്ടുന്ന ഉറപ്പൊന്നുമില്ല അല്ലേ? കിട്ടാണ്ടിരിക്കുമ്പോൾ വീണ്ടും ദുഃഖം. അപ്പോൾ സാധനാകാലത്തും സാധ്യകാലത്തും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചെയ്തതിന് ശേഷവും ദുഃഖത്തിന് കാരണമായിരിക്കുന്ന സകാമകർമ്മങ്ങളുടെ കഥ പറയുകയേ വേണ്ട. ഇനി കർമ്മം പോലും നമുക്ക് ശുദ്ധി തരണമെങ്കിൽ കർമ്മത്തിലും ഭക്തി തരണം. ഭക്തിയോടുകൂടി കർമ്മം ഈശ്വരാർപ്പണമായി ചെയ്താൽ മാത്രമേ ആ കർമ്മം നമ്മെ ക്രമേണ ചിത്തശുദ്ധിദ്വാരേണ ജ്ഞാനപ്രാപ്തിദ്വാരേണ പരമാത്മ സാക്ഷാത്കാരത്തിലേക്കും മുക്തിയിലേക്കും നയിക്കുള്ളൂ. അപ്പോൾ കർമ്മത്തിൻ്റെ സ്ഥാനം ഇതാണ്. അപ്പം കർമ്മത്തിനും ജ്ഞാനത്തിനും ഭക്തിയുടെ അപേക്ഷയുണ്ടെന്നു, അതാ പറഞ്ഞ താല്പര്യം. കർമ്മം കൊണ്ട് എന്താ കിട്ടുക? ചിത്തസ്യ ശുദ്ധയേ കർമ്മ നത് വസ്തൂപലബ്ധയേ. എന്താ കർമ്മം കൊണ്ട് കിട്ടുക? ചിത്തശുദ്ധി. എന്തിനാ കർമ്മം വിധിച്ചത് ശാസ്ത്രങ്ങൾ? കർമ്മം കൊണ്ടേ ശുദ്ധശുദ്ധിയുള്ളൂ. പക്ഷെ ആ കർമ്മം എങ്ങനെ ചെയ്താലേ ശുദ്ധശുദ്ധി കിട്ടുക? കർമ്മം ഭഗവത് അർപ്പണമായി ചെയ്താൽ. അല്ലാത്ത കർമ്മങ്ങളെ കൊണ്ട് ശുദ്ധിയില്ല, അശുദ്ധി വീണ്ടും വാസനകൾ ഉണ്ടാവുകയില്ല. അതെ, അശുദ്ധമായ മനസ്സിലെ ആത്മജ്ഞാനം അനുഭവപ്പെടൂ. അതുകൊണ്ട് ജ്ഞാനവും കർമ്മവും ഭക്തിയോട് ചേർന്നില്ലെങ്കിൽ അതിന് നമ്മെ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഭഗവാന്റെ ഭക്തി ഉണ്ടാകാൻ സഹായിക്കുന്ന ഭഗവാന്റെ മഹിമകളെ അങ്ങ് കുറച്ച് കണ്ടു, അതിനെ കുറച്ച് കാണാൻ പാടില്ല. അതുകൊണ്ട് അതിനത്രയും പ്രാധാന്യം കൊടുത്ത് അങ്ങ് വർണ്ണിക്കാത്തത്. മറ്റ് പലതും പറഞ്ഞ കൂട്ടത്തിൽ ഈശ്വരനെ കുറിച്ചും പറയണ്ടായിരിക്കും, അവിടുത്തെ മഹിമകളെ കുറിച്ചും ഇല്ല എന്നല്ല. പക്ഷേ അതിന് അല്ല പ്രാധാന്യം കൊടുത്തത്. അഥോ മഹാഭാഗ ഭവാൻ അമോഘദൃക് ശുചിശ്രവാ സത്യരഥോ ധൃതവ്രത ഉരുക്രമസ്യ അഖിലബന്ധമുക്തയേ സമാധിന അനുസ്മര തദ്വിജേഷ്ഠിതം. അതുകൊണ്ട് അഖില ബന്ധമുക്തയെ, സകല മനുഷ്യരുടെയും ഈ ബന്ധനത്തിൽ നിന്ന് മോചനം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങ് എന്ത് ചെയ്യണം? ഉരുക്രമസ്യ, അത്ഭുത തരത്തിലുള്ളതായ ലീലകളാടിയ ആ ഭഗവാന്റെ വിജേഷ്ഠിതം ലീലകളെ സമാധിയിൽ ദർശിച്ച് ധ്യാനത്തിൽ കണ്ട് അനുസ്മര, അതിനെ അനുസ്മരിക്കൂ, അതിനെ രചിക്കൂ, എന്നിട്ട് ലോകത്തിൽ പ്രചരിപ്പിക്കൂ. അപ്പം ഇത് വ്യാസമഹർഷിയോട് പറയണതാണോ? ഇത് ഭാഗവത രചനയ്ക്ക് മുമ്പുണ്ടായതാണ് അല്ലേ? ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഇത് നമുക്കും കൂടിയുള്ള ഉപദേശ, ശരിയല്ലേ? ഓരോന്നും വ്യാസമഹർഷിയോട് ദ്വാപരയുഗത്തിലാണിത് പറഞ്ഞത്. കലിയുഗത്തിൽ ഭാഗവതം പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണതിനെ? വ്യാസമഹർഷിക്ക് പറഞ്ഞതിലൂടെ നമുക്ക് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എത്ര തന്നെ ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടും കാര്യമില്ല, എത്ര തന്നെ ഉയരെ ഉപനിഷത്തുകളൊക്കെ ബൈഹാർട്ടാക്കിയിട്ടും കാര്യമില്ല.
നിങ്ങൾക്ക് മനഃശുദ്ധി ഉണ്ടാവണമെങ്കിൽ ഭക്തി ഉണ്ടാവണം. ഭഗവാന്റെ മഹിമകൾ, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ തിരുനാമങ്ങൾ കീർത്തിക്കുകയും അതിനെ കേൾപ്പിക്കുകയും പറയുകയും ചെയ്ത് ഹൃദയം ശുദ്ധമാക്കണം. എന്നാലേ ഇതൊക്കെ അനുഭവം ആവാൻ പോണുള്ളൂ. അതാണ് നമുക്കുള്ള മെസ്സേജ്. വെറും കർമ്മം പോരാ, കർമ്മത്തിൽ ഭക്തി ചേരണം. അതുകൊണ്ട് അമോഘദൃക്ക്, അങ്ങയുടെ ജ്ഞാനം നിർമ്മലമാണ്, അങ്ങയുടെ ആ അറിവ് അപാരമാണ്, അങ്ങയുടെ ആ ജ്ഞാനം അമോഘം ചലോ നിഷ്ഫലമാവാത്തതാണ്. അങ്ങനെയുള്ള ആളങ്ങ്, അങ്ങനെയുള്ള അങ്ങ് എന്താ ചെയ്യേണ്ടത്? ഈശ്വരൻ്റെ ലീലകളെ, സർവരുടെയും ഈ ലീലകളെ കൊണ്ട് ഇത് കേട്ടും കേൾപ്പിക്കും ലോകത്തിന് മുഴുവനും ഭക്തിയും മുക്തിയും ഉണ്ടാകണം എന്നുള്ളൊരു സങ്കല്പത്തോടു കൂടി എഴുതൂന്ന്. ഇതാണ് വേദവ്യാസ മഹർഷിയിലൂടെ ലോകത്തിന് നാരദ മഹർഷി പറഞ്ഞു തന്നർത്ഥം. തഥോന്യഥാ കിഞ്ചനയത് വിവക്ഷത പൃഥക് ദൃശസ്തൽകൃതരൂപനാമഭി ന കുത്രതിൽ ക്വാപി ച ദുഃഖിതാമതി ലഭേദ വാദാഹതനൗരിവാസ്പദം. ഇനി പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറഞ്ഞു. എന്തത്? ഈ കാണായത് മുഴുവനും ഭഗവാന്റെ മഹിമ തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് തൻ്റെ ആ മായാശക്തി കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുക. ഇതവിടുത്തെ ഒരു ലീലയാണ്. പിന്നെ ആ സൃഷ്ടിച്ച ജഗത്തിൽ ഭഗവാൻ അനേകം അവതാരങ്ങളെടുത്ത് ഭക്താനുഗ്രഹം, ധർമ്മസംരക്ഷണം, ദുഷ്ടനിഗ്രഹം, ശിഷ്ടപരിപാലനം ഇത്യാദി ലീലകൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഭഗവാന്റെ ലീലയാണ് കേട്ടോ. ഈ സൃഷ്ടിയാദികൾ തന്നെ ഭഗവാന്റെ ലീലയാണ്. അപ്പോൾ ഭഗവാനല്ലാണ്ട് മറ്റൊന്നുമില്ല. ഇതാണ് പരമാർത്ഥം. അപ്പം എല്ലാത്തിലും ഭഗവാന്റെ സ്മരണയോടുകൂടി ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ മഹിമകളെ കേട്ടും കീർത്തിച്ചും സ്മരിച്ചും കഴിയുന്ന മനുഷ്യൻ്റെ മനസ്സ് പലത് കണ്ടാലും ഈ പലതിൻ്റെ പുറകിലുള്ള ഒന്നിലാണ്, ഭഗവാനിലാണ് ആ മനസ്സ് ഏകാഗ്രമായി ഉറക്കുക. അല്ലാതെ ഈ നാനാത്വത്തെ സത്യമെന്ന് കണ്ട് മനസ്സ് അതിൽ ഉഴഞ്ഞു പോയാൽ എന്താ തകരാറ്? പറയണു, വാദാഹതനൗ ഇവ ആസ്പദം, നൗരിവ ആസ്പദം. നൗക വജ്ജി കൊടുങ്കാറ്റത്ത് വിട്ടു. എന്താ സ്ഥിതി? പറഞ്ഞു പോലേ, കൊടുങ്കാറ്റിൽപ്പെട്ട് അങ്ങട്ടും ഇങ്ങട്ടും ഇളകി മറിയുന്ന ആ നൗകയുടെ വഞ്ചിയുടെ അവസ്ഥയാണ് നാനാത്വത്തിൽ ഭ്രമിക്കുന്ന ആൾക്കാരുടെ മനസ്സിന് സംഭവിക്കുന്നത്. അത്രയന്തം ദുഃഖിതാമതി, അവരുടെ മനസ്സിന് എപ്പോഴും ദുഃഖമാണ്. എന്തുകൊണ്ട്? ഭഗവാനിൽ നിന്ന് പൃഥക് ദൃശ, ഭഗവാനിൽ നിന്ന് ഭഗവാനിലല്ല ദൃഷ്ടി, ഏകനായ ഭഗവാനിലല്ല, പരമ്പരയിലല്ല. പിന്നെയോ ഭഗവാനിൽ നിന്ന് അന്യമായിട്ടുള്ളതായ വ്യത്യസ്തമായ നാമരൂപ പദാർത്ഥങ്ങളിലാണ് ആസക്തമായി ഒരാളുടെ മനസ്സിരിക്കണം എന്നിരിക്കട്ടെ. എന്നെ കുത്രതിൽ ക്വാപിച്ച ദുഃഖിതാമതി, അവരൊരിക്കലും ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടില്ല. മനസ്സ് ഒന്നിനും ഉറയ്ക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെ? കൊടുങ്കാറ്റിൽപ്പെട്ട നൗക എന്ന പോലെ എന്നർത്ഥം. അതാണ് നമ്മളുടെ അവസ്ഥ. അപ്പോൾ നമ്മുടെ മനസ്സ് ഏകനായ ഭഗവാനിലല്ല ഉറയ്ക്കണത്. ഭഗവാന്റെ മഹിമകൾ കേട്ടും പറഞ്ഞും ഭഗവാൻ തന്നെ ഉറയ്ക്കണം. എന്നാലേ മനസ്സിന് ദുഃഖത്തെ അതിവർത്തിക്കാനും ശാശ്വതമായ ശാന്തി കിട്ടാനും ഇടവരുള്ളൂ എന്നർത്ഥം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സാധാരണക്കാരൻ്റെ മനസ്സങ്ങനെ ഉറക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ കഥകൾ, ലീലകൾ, നാമങ്ങൾ ഇതെല്ലാം തന്നിട്ടുള്ളത്. ഇത് കേട്ടും പറഞ്ഞും ചിന്തിച്ചും സ്മരിച്ചും നാനാത്വത്തിൽ നിന്ന് ബുദ്ധിയെ വേർപെടുത്തിയിട്ട് ഏകനായ പരമ്പൊരുളിൽ ഉറപ്പിക്കാറാവണത്രയന്തം. ആ ഏകനായ ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയാതെ നാനാവിധ വസ്തുക്കളിൽ ഭ്രമിച്ച് അതിൻ്റെ പുറകെ പോകുന്ന മനസ്സോടുകൂടിയ മനുഷ്യർക്ക് ഒരിക്കലും സ്വസ്ഥത എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, ശാന്തി എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. എങ്ങനെ? ഉദാഹരണം, വാദഹത നൗരിവാം, കൊടുങ്കാറ്റിൽ ചലിക്കപ്പെടുന്ന നൗക പോലെ. അതുകൊണ്ട് അതല്ല വേണ്ടതെന്ന്. ഒന്ന് ഏകനായ ഭഗവാനിലാണ് മനസ്സുറപ്പിക്കേണ്ടത്. മനസ്സിന് വിശ്രാന്തി വേണമോ? ഭഗവാനിൽ ഉറക്കണം. ഇപ്പോൾ ഇവിടെ നാനാത്വം കാണുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവണം. അതിനാണ് ഭഗവാന്റെ ലീലകൾ കേൾക്കണത്. ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചരൂപേണ ഇരിക്കുന്നത്. അതല്ലേ സൃഷ്ടിയുടെ രഹസ്യം. സൃഷ്ടിസ്ഥിതിയാദികൾ ഭഗവാന്റെ ലീലയ. ഭഗവാന് വേറിട്ടൊരു ജഗത്തില്ല. സമുദ്രം തന്നെ തിരമാലകളുടെ രൂപത്തിലിരിക്കുക പോലെ ഭഗവാൻ ഉണ്ടായ ലോകം ഭഗവാനെ കൂടാതെ നിലനിൽക്കുന്നില്ല. അപ്പോൾ നാനാത്വം കാണുമ്പോഴും ഭഗവാന്റെ സ്മരണ, ഭഗവാൻ തന്നെ ഇതെല്ലാമായിട്ടിരിക്കണു. അങ്ങനെയുള്ള ഭാവന ഉണ്ടാവാൻ ഭഗവാന്റെ ഗുണഗണങ്ങളും മഹിമകളും കേൾക്കണോ വേണ്ടിയോ? അറിയണോ വേണ്ടിയോ?
ചിന്തിക്കണോ വേണ്ടയോ, സ്മരിക്കണോ വേണ്ടയോ, എന്നാലേ സാധിക്കുള്ളൂ. അതാണ് പറയണത്. അപ്പോൾ ഭഗവാനെന്ന് പൃഥക്ദൃശ, ഭഗവാനെന്ന് വേറിട്ട് ലോകത്തെ കാണുന്നവരും അതിൽ ഭ്രമിച്ച് ഉഴലുന്ന മനസ്സോടുകൂടിയവരും ശാന്തി കിട്ടാതെ കൊടുങ്കാറ്റിൽപ്പെട്ട നൗക പോലെ എപ്പോഴും അസ്വസ്ഥരായി കഴിയുന്നു ജീവിതത്തിൽ എന്നർത്ഥം. ജുഗുപ്സിതം ധർമ്മകൃതേനുശാസത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജനഃ. ഏകത്വത്തിൽ മനസ്സുറച്ചാലേ ഉള്ളൂ മനസ്സിന് വിശ്രാന്തി. നാനാത്വത്തിൽ മനസ്സ് ഭ്രമിച്ചു പോയോ ഉള്ള സ്വസ്ഥതയും ശാന്തിയും നഷ്ടപ്പെടും. ബഹുശാഖാഹ്യനന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം. ഏതോപദേശത്തിൽ ഭഗവാൻ പറയുന്നത് വ്യക്തമായി ലക്ഷ്യം എന്താണെന്ന് ഉറപ്പുവരാത്ത ആൾക്കാരുടെ മനസ്സ് ശാഖോപശാഖകളായി നിൽക്കുന്ന മരക്കൊമ്പ് പോലെ ഈ ലോകത്തിൽ നാനാവസ്തുക്കളുടെ പുറകെ ഓടി അലയുന്നു. എന്നാലോ ലക്ഷ്യം എന്താണ്, ഈശ്വരനാണ്, ഈശ്വരപ്രാപ്തിയാണെന്ന് ബോധ്യം വന്നവരുടെയോ ആ ബുദ്ധി അതൊന്നിൽ ഉറച്ചിരിക്കും. അതാണ് വേണ്ടത്. അത് ബോധ്യം വരണമെങ്കിലോ ഇവിടെ ഭഗവാനേ ഉള്ളൂ, എങ്ങോട്ട് നോക്കിയാലും ഭഗവാനേ ഉള്ളൂ, എന്തിനെ കാണുന്നതും ഭഗവാനെയാണ്. മനസ്സിലായില്ലേ? ഭഗവാനാണ് ഈ ദൃശ്യപ്രപഞ്ചമായിരിക്കുന്നത്. ഭഗവാൻ വേറിട്ട് പലതില്ല എന്ന് ബോധ്യം വരണം. അതിനാണ് ഭഗവാന്റെ ലീലയെ വർണ്ണിക്കണം എന്ന് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ വർണ്ണിക്കുകയും കേൾക്കുകയും ചെയ്യണതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, അല്ലാണ്ട് ധർമാചരണത്തെ അല്ല. അതുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് ഭാരതം മുതലായ ഗ്രന്ഥങ്ങളിൽ അങ്ങ് ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞുല്ലോ, അത് കുറച്ച് അപകടം കൂടിയായിരുന്നു. നോക്കൂ, ഈശ്വരൻ്റെ മഹിമ വർണ്ണിച്ചില്ല എന്നുള്ള അങ്ങയുടെ ന്യൂനത. ഈശ്വരൻ്റെ മഹിമ കൊണ്ട് എങ്ങനെയാണ് മനസ്സ് നാനാത്വത്തെ വിട്ടുപോകുന്നത്, ഏകത്തായ പരമ്പരയിൽ ഉറയ്ക്കണത്? അതുകൊണ്ടേ ശാന്തിയുള്ളൂ, അല്ലാത്തവൻ്റെ മനസ്സ് കൊടുങ്കാറ്റിൽപ്പെട്ട നൗക പോലെ അലയും എന്ന് പറഞ്ഞു. ഇനി മഹാഭാരതത്തിൽ അങ്ങ് മഹാൻ വ്യതിക്രമ, അങ്ങ് വലിയൊരു അപകടം കാണിച്ചു എന്ന് പറഞ്ഞു. അതെന്താ? ജുഗുപ്സിതമായ നിന്ദ്യമായ കാര്യത്തെ അങ്ങ് പറഞ്ഞു. അതെന്താ? ധർമാദർത്ഥശ്ച കാമശ്ച സധർമ്മ കിന്ന സേവ്യതേ. മഹാഭാരതത്തിൽ എന്താ വ്യാസമഹർഷി പറഞ്ഞത്? നിങ്ങൾക്ക് പണം വേണോ, നിങ്ങൾക്ക് ഭോഗങ്ങൾ വേണോ, ധർമ്മത്തെ മുറുകെ പിടിച്ചോളൂ, ധാർമ്മികമായ മാർഗത്തിലൂടെ അതൊക്കെ ഉണ്ടാക്കി അനുഭവിച്ചോളൂ എന്നാണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങ് തന്നെ പ്രവൃത്തി മാർഗത്തിലാണ് ആൾക്കാരെ പ്രേരിപ്പിച്ചത്. പൊതുവേ ജനങ്ങൾ ആഗ്രഹമുള്ളവരല്ലേ, സകാമന്മാരല്ലേ. ആ സകാമന്മാരായ ആളുകളെ അതിനു വേണ്ടിയിട്ട് ധർമാചരണം ചെയ്യൂ എന്ന് പറഞ്ഞ് അവരെ ഉറപ്പിച്ചിട്ട് വിശ്വസിപ്പിച്ചിട്ട് നാളെ ഇനി അല്ലെങ്കിൽ ഭാവിയിൽ പിന്നീട് അങ്ങ് പറയുകയാണ്, ഇതല്ലാട്ടോ വേണ്ടത്, ഇതൊക്കെ നിവർത്തിച്ച് ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും കൂട്ടാക്കാൻ പോണില്ല, കേൾക്കാൻ പോണില്ല അതിനാണ്. അതുകൊണ്ട് സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ, ഓരോരുത്തരുടെ സ്വഭാവം ഓരോരോ ആഗ്രഹങ്ങളോടുകൂടി അത് സാധിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുക എന്നുള്ളതാ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ധർമ്മകൃതേ, ധർമ്മത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ധർമ്മത്തിലൂടെ അർത്ഥാദികൾ സമ്പാദിക്കാൻ വേണ്ടി ധർമാനുഷ്ഠിക്കൂ എന്നങ്ങ് പറഞ്ഞത് മഹാൻ വ്യതിക്രമ, മഹത്തായ ഒരു അന്യായമാണത്രേ. അങ്ങ് ഒരു അന്യായം ചെയ്തു മഹാഭാരതത്തിൽ നിന്ന്. നോക്കണേ, നാരദനാലായിട്ട് ഇങ്ങനെ വിട്ടു തുറന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്തൊരു അന്യായം ചെയ്തത്? എന്താ അന്യായം ഞാൻ ചെയ്തത്? നിങ്ങൾ പറഞ്ഞില്ലേ ധർമാനുഷ്ഠിക്കണം അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ധർമാനുഷ്ഠിക്കേണ്ടത്? ഭാഗവതത്തിൽ വ്യക്താക്കിയില്ല ഇത്. ധർമ്മശ്ചി അപവർഗസ്യ ന അർത്ഥായ ഉപകൽപ്പതേ. ധർമ്മം അനുഷ്ഠിക്കാൻ പറഞ്ഞത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അർത്ഥത്തിന് വേണ്ടിയിട്ടല്ല, പിന്നെയോ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. വ്യക്താക്കിയില്ലേ? അത് ഭാഗവതത്തിലാണ് പറഞ്ഞത്, ഭാരതത്തിൽ പറഞ്ഞില്ല. ഭാരതത്തിൽ പറഞ്ഞ ധർമ്മം കൊണ്ട് അർത്ഥം, അർത്ഥം കൊണ്ട് കാമം, അങ്ങനെ മോക്ഷത്ത. അല്ലേ? അത് തെറ്റായി എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങ് വിചാരിച്ചു ഞാൻ മഹാഭാരത രചനയിലൂടെ ലോകത്തിന് വലിയ ഉപകാരം ചെയ്തു നോക്കിയാലേ ഇപ്പൊ അങ്ങയുടെ വിചാരം. അങ്ങ് ഉപകാരമല്ല ചെയ്ത്, അങ്ങ് വലിയ വങ്കത്തരാണ് ചെയ്തു വെച്ചത്രേ. ഏറ്റവും വലിയ അന്യായമാണ് ചെയ്തതെന്നാ പറഞ്ഞത്. മഹാൻ വ്യതിക്രമ, വലിയ ഒരു അന്യായം അങ്ങ് ചെയ്തു. എന്താ കാരണം? യത് വാക്യത ധർമ്മ ഇതി, അങ്ങയുടെ മഹാഭാരത ഉപദേശത്തിലെ വാക്കുകൾ കേട്ടിട്ട് ഇതാണ് ധർമ്മം, ധർമാനുഷ്ഠിക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഇതര പ്രാകൃതരായ സാധാരണക്കാരായ ആളുകൾ പിന്നീട് വേദത്തിൽ പറഞ്ഞതായ ഉപദേശങ്ങളെ കേൾക്കാനോ മാനിക്കാനോ പോകുന്നില്ല. വേദത്തിൽ എന്താ പറഞ്ഞത്? വേദത്തിൽ ന കർമ്മണ ന പ്രജയാ ധനേന
ത്യാഗേന ഏകേ അമൃതത്വം ആനശുഹു എന്ന് സ്പഷ്ടമായി പറയുന്നുണ്ട് അല്ലേ? ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്. ആർക്കാണ് ശാശ്വതമായിട്ടുള്ളതായ ആനന്ദപ്രാപ്തി അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി, ഭഗവത് പ്രാപ്തി കിട്ടുക? കർമ്മം കൊണ്ടോ പ്രജകളെ കൊണ്ടോ സന്താനം കൊണ്ടോ ധനം കൊണ്ടോ ദാനം കൊണ്ടോ ഒന്നും സംസാരമോചനം സാധിക്കില്ല. പിന്നെയോ എല്ലാത്തിലും ഉള്ള ആസക്തിയെ വിട്ട് പരമപുരുഷനായ ഭഗവാനെ സർവാത്മന ശരണമടയുന്നത് കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഉപദേശം ഇനി മഹാഭാരതം കേട്ടവർ വിശ്വസിക്കുമോ? ഇതാണ് ചോദ്യം. മഹാഭാരതത്തിലൂടെ ആൾക്കാർക്ക് തെറ്റായ ഒരു മാർഗദർശനം കൊടുത്തില്ലേ അങ്ങ്? അതാണ് അങ്ങ് വലിയ വിഡ്ഢിത്തരം ചെയ്തു അല്ലെങ്കിൽ അബദ്ധം ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പം സാധാരണക്കാരെന്ത് വിചാരിക്കും? സാധാരണക്കാർ ഇതൊക്കെ ഈ കർമ്മം ചെയ്യാൻ കഴിവില്ലാത്ത പാവങ്ങൾക്ക്, അന്ധന്മാരോ മുടന്തന്മാരോ അല്ലെങ്കിൽ അംഗവൈകല്യങ്ങൾ, അവർക്കൊന്നും ചെയ്യാനൊന്നും നേടാനൊന്നും നിർത്തിയില്ല, അവരോടതൊക്കെ പറഞ്ഞേക്കണത് ആണ്, ഞങ്ങളോടല്ല എന്ന് വിചാരിക്കും. അതുകൊണ്ട് പ്രവൃത്തി മാർഗത്തിൽ തന്നെ അവരുടെ മനസ്സ് ഉറക്കിയുള്ളൂ, ഈശ്വര മാർഗത്തിൽ പ്രവർത്തിക്കില്ല എന്ന്. ഇനിയും ഭഗവാന്റെ നിർഗുണവും നിരാകാരവുമായ പരമാത്മസ്വരൂപം അറിഞ്ഞ് സാക്ഷാത്കരിക്കാൻ എത്ര ആൾക്കാർക്ക് പറ്റും? വളരെ വളരെ വിചക്ഷണന്മാരായ വളരെ കുറച്ച് ആൾക്കാർക്കേ പറ്റുള്ളൂ. എന്നാലോ അധികം ആൾക്കാർക്കും എങ്ങനെയാണ് സാധിക്കുക? അധികം ആൾക്കാർക്കും ഭഗവാന്റെ കഥകൾ കേട്ടും ലീലകൾ വർണ്ണിച്ചും തിരുനാമത്തെ ജപിച്ചും ഭക്തി വളർത്തിയിട്ട് വേണം വാസനകളെ ക്ഷയിപ്പിച്ച് മനസ്സിനെ ശുദ്ധമാക്കി ആ ആത്മസാക്ഷാത്കാരം കൈവരിക്കാൻ. അതുകൊണ്ട് ഭഗവാന്റെ മഹിമാവർണ്ണനം തന്നെ ഏറ്റവും ധർമാദികളെ വർണ്ണിച്ചതിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പറയാം. വിചക്ഷണോസ്യാർഹതിവേദിതം വിഭോഃ അനന്തപാരസ്യ നിവൃത്തിത സുഖം പ്രവർത്തമാനസ്യ ഗുണൈരനാത്മനഃ തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. പറയുന്നു, ഈശ്വരന്റെ നിർവികൽപ്പ രൂപം, നിർവികൽപ്പ നിരാകാരമായ ബ്രഹ്മസ്വരൂപം, അത് വളരെ വളരെ വിഷയവിരക്തന്മാരും അതിനിപുണന്മാരും ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം കുറച്ച് അറിയാൻ സാധിച്ചു വരും. സാമാന്യക്കാർ ആ നിലയിലുള്ളവരല്ല എന്നർത്ഥം. പിന്നെയോ സാമാന്യക്കാർ ഈ ദേഹത്തിൽ ഞാനെന്ന് അഭിമാനിക്കുന്നവരാ. ഈ ലോകവസ്തുക്കളിൽ സത്യത്വ ബുദ്ധിയോടുകൂടി അതിൽ ആസക്തരായി അതുകൊണ്ട് സുഖം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് കഴിയുന്ന ആൾക്കാരാണ്. ശരിയല്ലേ? അങ്ങനെയുള്ള ആൾക്കാർക്ക്, ദേഹാഭിമാനികളും വിഷയാസക്തന്മാരുമായ ആൾക്കാർക്ക് ഈശ്വരനിൽ ഭക്തി ഉണ്ടാവാനുള്ള മാർഗം ഭഗവാന്റെ കഥാശ്രവണമാണ്. ഭഗവാന്റെ അവതാര ലീലകളുടെ വർണ്ണനം, തിരുനാമജപം, ഇതൊക്കെയാണ് അതിനുള്ള മാർഗമാണ്, അവർക്കുള്ള മാർഗമാണ് ഇപ്പം അങ്ങ് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വാസ്തവത്തിൽ അങ്ങ് ലോകത്തിന് വലിയ സേവനം ചെയ്യാൻ പുറപ്പെട്ട ആളാ അല്ലേ? വലിയ സേവനം ചെയ്തു എന്നാണ് അപ്പം അങ്ങ് വിചാരിച്ചത്. വാസ്തവത്തിൽ സേവനമായിട്ടില്ല. എപ്പോഴാണ് ലോക സേവനം ഉണ്ടാവുക? ഈ പാവങ്ങളായ സാധാരണക്കാരായ ആളുകൾ എന്ന് പറയുന്നത് അർത്ഥം അജ്ഞാനികൾ എന്നർത്ഥം. ദേഹാസക്തന്മാരും അതുകൊണ്ട് തന്നെ വിഷയാസക്തന്മാരുമായി കഴിയുന്ന ആൾക്കാരെ ആയാലാണ് അവരുടെ മനസ്സിനെ ഇവിടുന്ന് പതുക്കനെ ആസക്തി വാസനയൊക്കെ ക്ഷയിപ്പിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ ഉറപ്പിക്കാൻ കഴിയാം. അതിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് സാധാരണക്കാരൻ അങ്ങയുടെ ഉപദേശം പ്രയോജനപ്പെടുക. അതിനുള്ള മാർഗം ഈശ്വരഭക്തിയാണ്. ആ ഭക്തി ഉണ്ടാവാനുള്ള മാർഗം ഈശ്വര മഹിമകളുടെ ശ്രവണവും കീർത്തനവും ഭരണവും ഒക്കെ തന്നെയെന്നർത്ഥം. അതുകൊണ്ട് അങ്ങെന്ത് ചെയ്യണം? അവയെ വർണ്ണിക്കൂ. തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. ആ മഹാപ്രഭുവിൻ്റെ ദിവ്യങ്ങളായ ചേഷ്ടകളെ, വ്യാപാരങ്ങളെ, ലീലകളെ, അവതാര മഹിമകളെ അങ്ങ് വർണ്ണിച്ചു കാണിച്ചു കൊടുക്കൂ. അതുകൊണ്ട് ജനങ്ങൾക്ക് ഭഗവാനിൽ പ്രേമമുണ്ടാകും. ചുരുക്കത്തിൽ ഈശ്വരനിൽ പ്രേമമുണ്ടാകാൻ, ഭക്തി ഉണ്ടാകാൻ ഉതകുന്ന വർണ്ണനമാണ് വേണ്ടതെന്ന്. അതിൻ്റെ കുറവ് കൊണ്ടാണ് ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടെന്നർത്ഥം. ബാക്കി എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. എന്ത് വേണം? ഈശ്വരഭക്തി ഇല്ലെങ്കിൽ സാധിക്കില്ല, കാര്യം സാധിക്കില്ല, സംസാരമോചനം സാധിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ ധർമാചരണത്തിനേക്കാളും ഒരുപടി മേലെയാണത്രേ ഈശ്വരഭക്തി എന്നാണ് ഇനി പറയണത്. ധർമാചരണത്തിലൂടെ ഒരാൾക്ക് എന്ത് കിട്ടും? സ്വർഗാദി പുണ്യലോകങ്ങൾ കിട്ടും അല്ലേ? അതിനുവേണ്ടി വീണ്ടും വീണ്ടും ജനിക്കും മരിക്കും വേണമല്ലോ. ധർമാചരണം ചെയ്തു, പുണ്യാചരണം ചെയ്തു, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താൽ മരണാനന്തരം സ്വർഗത്തിൽ പോവാം. സ്വർഗത്തിൽ പോയാൽ പുണ്യം തീർന്നാൽ വീണ്ടും തിരിച്ചും വരണമല്ലോ. ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി എന്നല്ലേ? തിരിച്ച് ഈ ലോകത്തേക്ക് വരേണ്ടി വരും. അവന് സംസാരത്തിൽ നിന്ന് മോചനമില്ല. വീണ്ടും ആ കർമ്മവാസനകൾക്കനുസരിച്ച് ജനിച്ചു മരിക്കാം.
പുണ്യത്തിൻ്റെ ഫലം സുഖവും പാപത്തിൻ്റെ ഫലം ദുഃഖവും മാറി മാറി അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ കഴിയാം. എന്നാലോ ഈശ്വരഭജനം ചെയ്യുന്ന ഈശ്വരഭക്തൻ അങ്ങനെയാണോ? അല്ല. ആ ഈശ്വരഭക്തൻ ആ ജന്മത്തിൽ തന്നെ ഈശ്വരഭജനത്തിൻ്റെ ആ ആനന്ദം അനുഭവിച്ച് ആ മനസ്സിൽ എത്രത്തോളം ഭക്തി വളരും അത്രത്തോളം മനസ്സ് വാസനകൾ ക്ഷയിച്ച് ശുദ്ധമായിട്ട് ഭഗവത് പദത്തിൽ ഉറയ്ക്കും. അങ്ങനെ ശാശ്വതാനന്ദം കൈവരിക്കും. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഈ ജന്മത്തിൽ തന്നെ ആ ഭക്തന് ഈശ്വര സാക്ഷാത്കാരം സാധിച്ചില്ലെങ്കിലും അതിന് പതനുണ്ടാവോ അല്ലെങ്കിൽ മരണം ഉണ്ടാവോ ചെയ്താലും നഷ്ടമില്ല എന്നാണ് പറയുന്നത്. എന്താ കാരണം? വരും ജന്മങ്ങളിലും ഈ ഈശ്വരഭജനത്തിൻ്റെ സംസ്കാരം അയാളുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ടോ ആ പൂർവ്വ സംസ്കാരത്താൽ പ്രേരിതമായിട്ട് ആ ഈശ്വരഭജനത്തിൽ ആനന്ദത്തെ ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഈശ്വരനെ ഭജിക്കും. ആ ഭക്തി മാർഗത്തിൽ ഭക്തിയെ വളർത്താനുള്ള പരിശ്രമത്തിൽ അടുത്ത ജന്മത്തിൽ കൂടുതൽ തീവ്രതയുണ്ടാവും. അങ്ങനെ ഭഗവാനെ ഭജിച്ച് ആ ജന്മത്തിൽ ഭഗവത് പദം പ്രാപിക്കും, മുക്തനാകും. ഇങ്ങനൊരു ഗുണം ഈശ്വരനെ ആശ്രയിക്കുന്ന ഭക്തനുണ്ട്. പക്ഷേ വെറും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമാനുഷ്ഠാനം ചെയ്യിക്കുന്ന ആൾക്കില്ല. അതാണ് ഇന്നത്തെ 1-2 ശ്ലോകത്തിൽ പറയണത്. തെക്വാ സ്വധർമ്മം ചരണാംഭുജം ഹരേഃ ഭജൻ അപക്രോധ പദേൽ തതോ യതി യത്ര ക്വവാ അദഭ്രമഭൂതമുഷ്യകിം കോവാർത്ഥ ആപ്തോ ഭജതാം സ്വധർമ്മതാം. അപ്പൊ കർമ്മങ്ങളൊക്കെ ചെയ്താൽ അതുകൊണ്ട് അനർത്ഥം ഉണ്ടാവും. അതുകൊണ്ട് അതല്ല ചെയ്യേണ്ടത്, ഹരിഭജനമാണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ഒരു വ്യക്തി ചെയ്യേണ്ട നിത്യ നൈമിത്തികാദി കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോഹ്യ കർമ്മണ എന്നൊക്കെ ഗീതോപദേശത്തിൽ പറയണ്ടല്ലോ. നിയതകർമ്മം, നിത്യകർമ്മവും നൈമിത്തിക കർമ്മവും ഒക്കെ സ്വധർമ്മമായിട്ട് കർത്തവ്യമായിട്ട് ഒരാൾ ചെയ്യണമെന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഒരാൾ സ്വധർമ്മത്തെ അനുഷ്ഠിച്ചില്ലെങ്കിലും കൂടി അതിനെ ആദരിച്ചില്ലെങ്കിലും കൂടി ദോഷം വരാൻ പോണില്ല. ഭഗവാനെ ആശ്രയിച്ചിട്ടുണ്ട്, ഹരിഭക്തിയെ ആദരിച്ചിട്ടുണ്ട് എങ്കിൽ നന്ദം. ധർമാചരണത്തെക്കാളും പ്രാധാന്യം ഹരിഭക്തിക്കുണ്ട് എന്ന് കാണിക്കാൻ ഇനി എന്താ അത്? സ്വധർമ്മം തെക്വ, സ്വധർമാചരണത്തെ ഉപേക്ഷിച്ചും ഹരേഹ ചരണാംബുജം ഭജൻ, ആരാണോ ശ്രീഹരിയുടെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഭക്തിപൂർവ്വം ഉപാസിക്കുന്നത് ഭജിക്കുന്നത്, അങ്ങനെയുള്ള ഒരുവൻ ആ ജന്മത്തിൽ തന്നെ സാക്ഷാത്കാരം നേടുന്നതിന് മുമ്പ് പതേത് യതി, ഒരുപക്ഷെ പതിച്ചുപോയി. 2 തരത്തിൽ പതനം. എന്നല്ലോ യോഗപ്രശ്നാവാം, അല്ലെങ്കിലോ മരണം കൊണ്ട് ലക്ഷ്യത്തിൽ എത്രയും മരിച്ചു പോയി വരാം. അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ചാൽ എന്താ ദോഷമുണ്ടോ? ഇല്ല. അമുഷ്യക്കും അവനെന്ത് ദോഷം? അവനൊരു ദോഷമില്ല. പിന്നെയോ വീണ്ടും അടുത്ത ജന്മത്തിൽ ഭഗവാനെ ആശ്രയിച്ച ഭക്തന് ആ ജന്മാന്തരങ്ങളിലൊക്കെ പൂർവ്വവാസനയുണ്ടാവും. അതുകൊണ്ട് വീണ്ടും ഭഗവാനെ ഭജിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. അങ്ങനെ ആ ഭക്തിമാർഗത്തിൽ വീണ്ടും പരിശ്രമിക്കും. അങ്ങനെ ഭഗവാനെ സാക്ഷാത്കരിക്കും. അവനൊരിക്കലും അമംഗളമില്ല. ഇതാണ് ഭഗവത് ഭജനം ചെയ്യുന്ന ഭക്തന്റെ മഹത്വം, ഭാഗവതന്റെ മഹത്വം. നേരെ മറിച്ച് ഭഗവത് ഭജനം വേണ്ടാന്ന് വെച്ചിട്ട് വെറും സ്വധർമ്മത്തിന് മാത്രം, കർമ്മത്തിന് മാത്രം, കർമ്മങ്ങൾ ശരിക്കും ചെയ്യണം, അതിൽ മാത്രമാണ് ഒരാൾ ശ്രദ്ധിക്കണമെന്ന് ചോളൂ. അയാൾക്ക് എന്താ കിട്ടുക? ആ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള പുണ്യപാപങ്ങൾക്കനുസരിച്ചിട്ടുള്ള ആ ഫലം അനുഭവിക്കാൻ ജനന മരണങ്ങളിൽ പെട്ട് ഉഴലണം. അവനൊരിക്കലും ഭഗവത് പദം കിട്ടില്ല. അതാ കർമ്മം കൊണ്ട് എവിടെ വരെ പോവാം? കർമ്മം കൊണ്ട് പിതൃലോകം ബ്രഹ്മലോകം വരെയൊക്കെ പോവാം. അബ്രഹ്മഭുവനാൽ ലോകാത് പുനരാവർത്തിനോർജുന. കീഴ്പോട്ട് സ്ഥാവരങ്ങൾ വരെയും മേൽപോട്ട് ബ്രഹ്മലോകം വരെയും പോവാം കർമ്മം കൊണ്ട്. പക്ഷേ ഈ പോക്ക് വരവല്ലേയുള്ളൂ. ഗതാഗതം കാമകാമാലബന്ധേന, പോക്കും വരവുമായിട്ട് കഴിയലാണ് അവരുടെ അവസ്ഥ. എന്നാലോ ഭഗവത് ഭക്തന്, ഭഗവാനെ ഉപാസിക്കുന്നവന്, ഭഗവത് കഥാശ്രവണങ്ങളിൽ മുഴുകിക്കൊണ്ട് കഴിയുന്നവന് ഒരിക്കലും കർമ്മത്തിൻ്റെ ബന്ധനം, ഇങ്ങനെ പുണ്യപാപങ്ങളോ അതിൻ്റെ ഫലം അനുഭവിക്കാനുള്ള ജനമരണങ്ങളോ അനുഭവിക്കേണ്ടി വരില്ല. സ്വധർമ്മത്തിനേക്കാളും സ്വധർമാചരണത്തെക്കാളും ശ്രേഷ്ഠത ഹരിഭജനത്തിനുണ്ട് എന്ന് പറയാം. എന്താ പറയാൻ കാരണം? ഹരിഭജനം അവനെ പടിപടിയായിട്ട് ഈശ്വരനിലെത്തിക്കും. എന്നാൽ സ്വധർമ്മോ അവനെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വീണ്ടും വീണ്ടും ഇഹലോകത്തും പരലോകത്തും അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അവനൊരിക്കലും ഭഗവാനിലെത്താൻ സാധിക്കുന്നില്ല. തസ്യൈവ ഹേതോ പ്രയതേത കോവിദോ ന ലഭ്യതേയൽ ഭ്രമതാമുപര്യധാം തല്ലഭ്യതേ ദുഃഖവദന്യത സുഖം കാലേന സർവത്ര ഗഭീരരംഹസാം. പറയണു. അതുകൊണ്ട് കോവിദ, കോവിദൻ എന്ന് പറഞ്ഞാലോ സാമർഥ്യമുള്ള ആള്, സമർത്ഥനായ ഒരാൾ എന്ത് ചെയ്യണം? ഉപര്യധോ ഭ്രമതാം, ഈ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് മേലോട്ടും കീഴ്പോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന്
മോചനം നേടാൻ ഇനി എങ്ങും പോക്കുവരവില്ലാത്ത ഭഗവത് പാദങ്ങളിൽ എത്താൻ വേണ്ടി പരിശ്രമം ചെയ്യണം. ഭഗവാൻ പറഞ്ഞ എന്താ? മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം ന ആപ്നുവന്തീന. എന്നെ പ്രാപിച്ച ആൾക്ക് മാത്രമേ ഇനി ദുഃഖാലയമായ ദുഃഖത്തിൻ്റെ ഇരിപ്പിടമായ ഈ സംസാരത്തിലേക്ക് ജനിച്ച് മരിച്ച് കഷ്ടപ്പെടേണ്ടി വരാതിരിക്കുള്ളൂ. മറിച്ച് എന്നെ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ ഭഗവത് ഭക്തി വേണമല്ലോ, അതിന് ഭഗവത് ഭജനം ചെയ്യണ്ടേ. അത് ചെയ്യാതെ കർമ്മം സൽക്കർമ്മം ആവാം, യാഗമാവാം, യജ്ഞമാവാം, എന്ത് പുണ്യാചരണമാവാം, സധർമ്മം എന്ന് പറഞ്ഞ പേരിൽ അതൊക്കെ ചെയ്ത ആൾക്കാർക്ക് എന്ത് കിട്ടും? മേലെയുള്ള ലോകങ്ങൾ, സ്വർഗാദി ലോകങ്ങൾ, അല്ല ഇനിമേലുള്ള ലോകങ്ങൾ കിട്ടും. അവിടെ പോയാലും പുനരാവർത്തി തിരിച്ചു വരണം. എന്നാൽ ഭഗവാനെ അടഞ്ഞാലോ തിരിച്ചു വരണ്ടെന്നർത്ഥം. അതുകൊണ്ട് ബ്രഹ്മാവ് വരെ മേലോട്ടും സ്ഥാപനം വരെ കീഴ്പോട്ടും തൻ്റെ പുണ്യപാപ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവന്മാർക്ക് സൽഗതിയില്ല. ആ അവസ്ഥ വരാതെ സൽഗതിക്ക് വേണ്ടി, ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കണം ബുദ്ധിമാൻ, കോവിദൻ. അപ്പം ഇതറിഞ്ഞാലേ പറ്റുള്ളൂ. രണ്ടിൻ്റെയും, ഒന്നിൻ്റെ പരിമിതിയും ഹരിഭജനത്തിൻ്റെ ശ്രേഷ്ഠതയും ധർമാചരണത്തിൻ്റെ പരിമിതിയും മനസ്സിലാക്കണമല്ലോ. അതെ, അതുകൊണ്ട് വിശേഷ ബുദ്ധിയുള്ള ആൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം, നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രയത്നം കൂടാതെ തന്നെ മുമ്പ് ചെയ്തു വെച്ച പാപത്തിൻ്റെ ഫലം ദുഃഖമായിട്ട് വരണ്ടല്ലോ, അല്ലേ? ദുഃഖവത് അന്യത സുഖം കാലേന സർവത്ര ഗംഭീരമഹത. സർവർക്കും കാലം കൊണ്ടു കൊടുത്തോളുന്നു. ആരാ നമുക്ക് ജീവിതാനുഭവങ്ങൾ കൊണ്ടുവരുന്നത്? കാലമാണ്. സമയമാകുമ്പോൾ ഓരോന്ന് വരും, അല്ലേ? ചില സമയത്ത് ദുഃഖം വരും, ചില സമയത്ത് സുഖം വരും. എന്താ? നേരത്തെ ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റാ. മനസ്സിലായോ? പൂർവ്വത് മുമ്പത്തെ ആ കർമ്മത്തിന്റെ ഫലം സുഖദുഃഖ രൂപേണ കാലം കൊണ്ടു തന്നുകൊള്ളും. അപ്പൊ കാലം കൊണ്ട് നമുക്ക് വരുന്ന ഈ സുഖദുഃഖങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാതെ, അതിനുവേണ്ടി കർമ്മം ചെയ്യാതെ എന്ത് ചെയ്യണം? ഇനി ഈ സുഖദുഃഖങ്ങൾ ഒരിക്കലും ബാധിക്കാത്ത, ഇതിനതീതമായ, പുണ്യപാപങ്ങൾക്ക് അതീതമായ ഭഗവത് പദപ്രാപ്തിക്ക് വേണ്ടി ബുദ്ധിമാന്മാരായ ആളുകൾ അവരുടെ സാമർഥ്യം ഉപയോഗിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അവനെയാണ് സമർത്ഥം എന്ന് പറയാൻ പറ്റുള്ളൂ നൃത്തം. ഇവിടെ എത്ര സുഖം വേണ്ടി ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ദുഃഖം തന്നെ, അല്ലേ? ഈ സുഖവും ദുഃഖം മാറി മാറി അനുഭവിക്കലാണ് ഈ ഭൗതിക ജീവിതത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ടോ ഇതിന്ന് മോചനം നേടണമെങ്കിൽ പരമാനന്ദ സ്വരൂപനായ ഭഗവാനെ പ്രാപിക്കുക വേണം, സാക്ഷാത്കരിക്കുക വേണം. അതിന് ഉള്ള മാർഗം എന്താണ്? ഹരിഭജനമാണ്. ഭഗവത് ഗുണഗണങ്ങളും മഹാത്മ്യങ്ങളും കേൾക്കുകയും ശ്രവിക്കലും അവിടുത്തെ സർവാത്മന ആശ്രയിച്ചുകൊണ്ട് സകല കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യലാണ്. സ്വധർമ്മം വേണ്ടാന്നല്ല കേട്ടോ അർത്ഥം, കർമ്മം വെടിയെന്നല്ല പറഞ്ഞത്. സ്വധർമ്മം ആരാധനം അച്യുതസ്യ എന്നാണ് ഭാഗവതം പറഞ്ഞത്. സ്വധർമ്മം എന്തിനു വേണ്ടി ചെയ്യണം? അച്യുതൻ്റെ ആരാധനമായിട്ട്, ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യണം. എങ്കിൽ അതെന്തായി? അതും ഭക്തി സാധനയുടെ ഭാഗമായില്ലോ. തദർപ്പിത അഖിലാചാരത. നാരദ മഹർഷി പറയും ഭക്തിസൂത്രത്തിൽ, ഭക്തന്റെ കർമ്മമൊക്കെ ഭഗവാന് വേണ്ടിയിട്ടാ. മനസ്സിലായോ? ഭക്തൻ എന്ത് ചെയ്യണം? ഭഗവാന് വേണ്ടിയിട്ടാ. ഭഗവാനിൽ അർപ്പിക്കപ്പെടാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വൃഥാവിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സാമാന്യ സ്വധർമ്മത്തെ പറഞ്ഞു. കാരണം ഭാരതത്തിൽ വെറും സ്വധർമ്മത്തിന് ഭഗവാനിലാണ് എത്തിച്ചേരുക. അതുകൊണ്ട് വിവേകികൾ അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചു. നവൈജനോ ജാതു കഥഞ്ജനാവ്രജേത് മുകുന്ദ സേവ്യ അന്യവദംഗ സംസ്കൃതിം സ്മരൻ മുകുന്ദാഘ്രിബഹൂഹനം പുനർ വിഹാതുമിച്ഛേൻ നരസഗ്രഹോ യഥാ. ഭഗവത് ഭക്തന് ഒരു ജന്മത്തിൽ മംഗളമില്ല. വെറും ധർമാചരണം ചെയ്യുന്ന ധർമ്മിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പുണ്യം കൊണ്ട് നല്ല അനുഭവങ്ങൾ വരും, പാപത്തിൻ്റെ ഫലം ദുഃഖാനുഭവങ്ങളും വരും, അല്ലേ? എന്നാൽ മുകുന്ദാഘ്രി ഭജനം ചെയ്യുന്ന ആൾക്ക്, മുകുന്ദൻ്റെ പാതാരവിന്ദങ്ങളെ ഭജിക്കുന്നവൻ, ഭഗവാന്റെ പേര് തന്നെ മുകുന്ദൻ എന്നാണ്. എന്താ ഈ മുകുന്ദൻ എന്ന വാക്കിനർത്ഥം? മോക്ഷത്തെ കൊടുക്കുന്ന ആളെന്നാണ്. അല്ലെ, മോക്ഷസ്വരൂപനായ ഭഗവാനെ ആരാണോ സർവാത്മന ആശ്രയിക്കുന്നത് ആ ഭക്തന്മാർക്ക് ഒരുപക്ഷെ ആ ജന്മത്തിൽ തന്നെ മോക്ഷം കിട്ടിയില്ലെങ്കിലും ഇനി ഒരു ജന്മം എടുക്കേണ്ടി വന്നാലും കൂടി വെറും കർമ്മനിഷ്ഠനെ പോലെ സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. എന്താ കാരണം? കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഭഗവത് ഭജനത്തിൻ്റെ സംസ്കാരം
അവനെ ഈ ജന്മത്തിൽ പിന്തുടരും. അതാണ് പൂർവ്വ സംസ്കാരം. ആറാമത്തെ അധ്യായത്തിലും ഗീതയിൽ ഭഗവാൻ പറയും, അർജുനൻ ചോദിക്കുമ്പോൾ, ഭഗവാനെ ഞാൻ ഭഗവാനെ ഇതൊക്കെ കേട്ടിട്ട് ഈ പ്രപഞ്ചം സംസാരം ദുഃഖമാണെന്നൊക്കെ മനസ്സിലാക്കി ശാശ്വത നിത്യസ്വരൂപൻ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമം എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ലോകം അനിത്യമാണ്, ഇവിടെ ദുഃഖമുള്ളൂ എന്ന് അറിഞ്ഞിട്ട് നിത്യനും സുഖസ്വരൂപനും ഞാനാണെന്നറിഞ്ഞ് എന്നെ ഭജിക്കൂ ഭഗവാനെ. അതൊക്കെ കേട്ട് ഞാൻ പുറപ്പെട്ടു. എന്നിട്ടോ ഇതൊക്കെ അനിത്യമാണെന്ന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി. എന്നാൽ നിത്യത കൊണ്ടും മനസ്സിലായതുമില്ല, അനുഭവപ്പെട്ടതുമില്ല. വിശ്വാസത്തിൻ്റെ പേര് പുറപ്പെട്ടു അല്ലേ, സത്സംഗം കേട്ടിട്ട്. എന്നിട്ടോ എനിക്ക് അനിത്യം ആണെങ്കിലും അത് അനുഭവിക്കാൻ പറ്റിയില്ല, നിത്യമൊട്ട് കിട്ടിയതുമില്ല. അതിന് മുമ്പ് ഞാൻ മരിച്ചു പോയിച്ച എന്താ സ്ഥിതി? ഉഭയപ്രശ്നാവില്ലേ? അമ്മാത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, ഇല്ലത്തെ നിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്ത എത്തിയില്ല എന്ന് പറഞ്ഞ മാതിരിയാവില്ലേ? ഉഭയപ്രശ്നാവില്ലേ? കച്ചിന്നോ ഭയവിപ്രഷ്ട ചിന്ന അഭ്രം ഇവനശ്വരി. ആകാശത്തിലെ കൊടുങ്കാറ്റടിക്കുമ്പോൾ കട്ടി കൂടുന്ന മേഘങ്ങൾ ചെന്നി ചെതറി നാനാഭാഗത്ത് പോയിട്ട് ഇല്ലാണ്ടാവണ പോലെ ആവില്ലേ എൻ്റെ സ്ഥിതി. ഹേ നഹി കല്യാണഗത് കശ്ചിത് ദുർഗതിം ദാതഗച്ഛതി. ഭഗവാനോട് പറയുന്നുണ്ട്, ഭഗവാന്റെ നാമം ജപിച്ചാൽ, ഭഗവാന്റെ കഥ പറഞ്ഞാൽ കേട്ടാൽ, ഭഗവാൻ മഹിമാൽപ്പമെങ്കിലും ആസ്വദിക്കാൻ ഇടവന്നാൽ അതൊരിക്കലും വൃഥാവിലാവില്ല എന്നർത്ഥം. ആ ഭക്തൻ ഒരിക്കലും ആത്യന്തികമായ നാശം എന്ന് പറഞ്ഞില്ല. ഒരുപക്ഷെ ആ ജന്മത്തിൽ വാസനയുടെ ശക്തി കൊണ്ട് പൂർണ്ണതയെ പ്രാപിച്ചില്ലെങ്കിലും അടുത്ത ജന്മത്തിൽ ആ പൂർവ്വദേവ സംസ്കാരം അവനെ പിന്തുടരും. പൂർവാഭ്യാസേന തേനൈവ ഹൃയദേഹി അവശോഭിതഃ. നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാലും ആ സംസ്കാരം നമ്മളെ കാന്തം ഇരുമിനെ പിടിച്ചു വലിക്കുമോരെ പിടിച്ചു വലിക്കും. അത്രേ സത്സംഗത്തിലേക്ക് കുട്ടിയിലെ തന്നെ താല്പര്യം, അമ്പലത്തിൽ പോകാനും നാമം ജപിക്കാനും അത്തരത്തിൽ അധ്യാത്മ പുസ്തകങ്ങൾ വായിക്കാനും താല്പര്യം. ആരും പറഞ്ഞിട്ടൊന്നുമല്ല. വീട്ടിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഒന്ന് പിറക്കാം. അഥവാ യോഗിനാമേവ കുലേ ഭവതി, യോഗികളുടെ കുലത്തിൽ പിറക്കാം. അല്ലെങ്കിലോ നല്ല സംസ്കാര സമ്പന്നന്മാരായ കുലീന ഗൃഹങ്ങളിൽ പിറക്കും. മനസ്സിലായോ? അവിടെ പൂർവ്വ ദേഹ സംസ്കാരം അവനെ അതിലേക്ക് പ്രേരിപ്പിക്കും. എന്നിട്ടോ യഥതേജതോ ഭൂയ സംസിദ്ധോ കുരുനന്ദന. കഴിഞ്ഞ ജന്മത്തിൽ പൂർത്തിയാക്കാൻ പറ്റാതിരുന്ന ആ ഭഗവത് പ്രാപ്തിക്കുള്ള മാർഗത്തിൽ കഴിഞ്ഞവൺ എത്ര ചെയ്തോ? 2 സ്റ്റെപ്പേ നമ്മൾ കയറിയുള്ളെങ്കിൽ അടുത്ത ജീവിതത്തിൽ 3ാമത്തെ സ്റ്റെപ്പ് കയറിയാൽ മതി. അത് വെറുതെ ആവില്ല. അതാണ് എളുപ്പം ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഉദാഹരണം 2 സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ മരിച്ചെങ്കിലോ 10 സ്റ്റെപ്പാണ് പോകേണ്ടത്. ഇനി ആദ്യം തുടങ്ങണ്ട, പിന്നെയോ ഇനി 8 കയറിയാൽ മതി. മനസ്സിലായില്ലേ? ഈ സംസ്കാരം അവനെ എപ്പോഴും പിന്താങ്ങിക്കൊണ്ടിരിക്കും, അതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അവന് ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് ഭഗവാനെ ഭജിക്കുന്ന ഭക്തന്റെയും വെറും കർമ്മം എന്ന് പറഞ്ഞു ചെയ്യുന്ന ധർമ്മഭട്ടന്റെയും വ്യത്യാസം എന്നർത്ഥം. അതുകൊണ്ട് ഒരിക്കലും സ്മരൻ മുകുന്ദാഘ്രിവഹൂവനം, ഭഗവാനെ സേവിച്ച ആ ഭക്തന് ആ ഭഗവാന്റെ ആ സ്മരണ ഒരിക്കലും മറക്കാൻ കഴിയില്ല. എപ്പോഴും മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. വിഹാദവിച്ഛേദ്, അതിനെ ഉപേക്ഷിക്കാൻ അവന് സാധിക്കുകയില്ല. രസഗ്രഹോയത, കാരണം ആ രസമുണ്ടല്ലോ, ആ അന്ന് ഭജിച്ചതിൻ്റെ ആ കഥകേട്ടേൻ്റെ നാമം ജപിച്ചതിൻ്റെ ഒക്കെ ആ സുഖം, ആനന്ദം അവൻ്റെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്, അവൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ. അതുകൊണ്ട് ഒരിക്കലും ഈശ്വരഭജനം വൃഥാവിലാവില്ല. ഈ ജന്മത്തിൽ സാക്ഷാത്കാരം കിട്ടിയില്ലല്ലോ എന്ന് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. പല ആൾക്കാർക്കും അങ്ങനെ സങ്കടമില്ലേ? അടുത്ത ജന്മം ഉറപ്പായിട്ട് കിട്ടും, ഈ ജന്മത്തിൽ കിട്ടിയില്ലെങ്കിലും. കാരണം ഈ സംസ്കാരം നമ്മെ പിന്തുടരും, വേഗത്തിൽ ഫലം കിട്ടും. ഇനി ഉപദേശമാണ്. എന്താണ് ഈശ്വരൻ്റെ മഹിമ? എന്താണ് അങ്ങ് ധ്യാനത്തിൽ കണ്ടിട്ട് ലോകമംഗളത്തിന് വേണ്ടി പറഞ്ഞു കൊടുക്കേണ്ടത്? ഇതം ഹി വിശ്വം ഭഗവാനി വേദരോ യഥോജകൽസ്ഥാന നിരോധ സംഭവാഹ തദ്ധി സ്വയം വേദ ഭവാൻ തഥാപി വൈ പ്രാദേശമാത്രം ഭവതഃ പ്രദർശിതം. ആചാര്യവാൻ പുരുഷോ വേദ എന്നാണ് വേദം തന്നെ പറയാം. ആചാര്യനുള്ളവനാണ്, ഒരാചാര്യനെ ആശ്രയിച്ച ആൾക്കാണ് എളുപ്പത്തിൽ ഈശ്വരതത്വം അറിഞ്ഞ് മുക്തനാവാൻ സാധിക്കുക സംസാരത്തിൽ നിന്ന്. അപ്പം ആ നിലയിൽ ഒരാചാര്യൻ പറഞ്ഞു കൊടുക്കണം എന്നുണ്ട്. മനസ്സിലായില്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ച പുസ്തകജ്ഞാനമല്ല നമ്മളെ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നത്, പിന്നെയോ ഗുരുകൃപയാണ്. ഗുരുവിൻ്റെ ആവശ്യമുണ്ടോ എന്ന് രമണ മഹർഷിയോട് ചോദിച്ചൊരാൾ പറഞ്ഞു, ഗുരുകൃപയാണ് വാസ്തവത്തിൽ ഒരാളെ അനുഭൂതിയിലേക്ക് നയിക്കുന്നത്, മറ്റൊക്കെ സെക്കൻഡറിയാണ്. മനസ്സിലായില്ലേ? മറ്റതിനേക്കാൾ പ്രധാനം ഇതാണെന്ന് അർത്ഥം. പുസ്തക പഠനം, ഇതൊക്കെ ശാസ്ത്ര പഠനമൊക്കെ.
അതുകൊണ്ട് ഇവിടെയും ഗുരുനാഥന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നാരദ മഹർഷി വേദവ്യാസ മഹർഷിക്ക് ഉപദേശം കൊടുക്കുക. എന്താ ഉപദേശം? ഇതം വിശ്വം ഭഗവാൻ ഹി. ഈ വിശ്വം, ഈ കാണായി നമ്മുടെ കണ്ണു തുറന്നാൽ കാണുന്ന ഈ ലോകമൊക്കെ എന്താണ്? നമുക്കിപ്പോൾ എന്താ തോന്നണത്? അത് ഓരോരോ വസ്തുക്കളായിട്ടല്ലേ, പരസ്പര ബന്ധമില്ലാത്ത ഓരോ വസ്തുക്കളായിട്ട്. അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. പിന്നെന്താ? ഇതം വിശ്വം ഭഗവാൻ ഹി. ദാ പലതായി കാണുന്ന ഈ ലോകം എന്താണ്? സാക്ഷാൽ ഭഗവാൻ തന്നെ. അപ്പോഴാണ് മനസ്സോ ഒന്നിലും ഉറക്കുള്ളൂ. പലത് കണ്ടാലും ഈ പ്രപഞ്ചം ഭഗവാനെന്ന് ഭിന്നല്ല. എങ്ങനെയാ അത് പറയണത്? യഥോ ജഗത്സ്ഥാന നിരോധ സംഭവാഹ. ഈശ്വരന് വേറിട്ട് ലോകമില്ല. ഈ ലോകം ഈശ്വരനാണ്. കാരണം ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ഈ ലോകം ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും. ഭഗവാനെ മാറ്റി നിർത്തിയാലോ ലോകമില്ല. യതഃ ജഗത്സ്ഥാന നിരോധ സംഭവാനത്തം. ഏതൊരു ഭഗവാനിൽ നിന്നാണോ ഈ ജഗത്തിന്റെ ഉത്ഭവവും നിലനിൽപ്പും ഒക്കെ സംഭവിക്കുന്നത്, ആ ഭഗവാനില്ലെങ്കിലോ ലോകമില്ല. എന്നാലോ ഭഗവാൻ ഇതരഹ. എന്നാൽ ഈ ലോകത്തുനിന്ന് വേറിട്ടവനോ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകമില്ലെങ്കിലും ഭഗവാൻ ഉണ്മയുണ്ട്. എന്നാൽ ഭഗവാൻ ഇല്ലെങ്കിലോ ലോകത്തിന് ഉണ്മയില്ല, നിലനിൽപ്പില്ല. ലോകം കാണണ്ടോ? അത് ഭഗവാനാണ്. എന്നാൽ ഭഗവാൻ ഇത്രേ ഉള്ളൂ? അല്ല, ഈ ലോകം ഇല്ലാണ്ടാവും. ലോകം ഇല്ലാണ്ടാവും ഭഗവാൻ ഇല്ലാണ്ടാവണ്ടേ? ഈ ലോകം ഭഗവാൻ ആണെങ്കിൽ അല്ല, ഭഗവാൻ ഈ വിശ്വപ്രപഞ്ചമാണ്, ഭഗവാനാണ്. എന്നാൽ ഭഗവാൻ ഈ ലോകത്തിന് അതീതനുമാണ്. എന്നുപറഞ്ഞാൽ ഭഗവാനെ കൂടാതെ ലോകത്തിന് നിലനിൽക്കാൻ പറ്റില്ല. പക്ഷേ ലോകം ഇല്ലെങ്കിലും ഭഗവാൻ ഉണ്ടാകും, നിലനിൽക്കും. എന്ന് പറഞ്ഞാലോ ഭഗവാനാകുന്ന അധിഷ്ഠാനത്തിലാണ് ഈ ലോകം സത്യമെന്ന് നമുക്ക് തോന്നണത്. ഭഗവാനെ മാറ്റി നിർത്തിയാൽ ലോകത്തിന് ഉണ്മയില്ല. ലോകത്തിന് ആശ്രയം ഭഗവാനാണ്. നൂലിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വസ്ത്രങ്ങൾക്ക് ഉണ്മയുണ്ടോ? നിലനിൽപ്പുണ്ടോ? ഇല്ല. അപ്പോൾ വസ്ത്രത്തിന് ആശ്രയം എന്താ? നൂല്. ആഭരണങ്ങളെയൊക്കെ ആശ്രയം സ്വർണം. സ്വർണത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആഭരണങ്ങൾക്ക് ഉണ്മയുണ്ടോ? നിലനിൽപ്പുണ്ടോ? ഇല്ല. തിരമാലകൾക്ക് ആശ്രയം എന്താ? സമുദ്രജലം. സമുദ്രത്തെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരമാലയ്ക്ക് ഉണ്മയുണ്ടോ? ഇതുമാതിരി ആരുള്ളപ്പോഴാണ് ഈ ജഗത്തുള്ളത്? ആരില്ലെങ്കിൽ ജഗത്തില്ല. അതാണ് സത്യം. അതുകൊണ്ട് ഭഗവാൻ ഉണ്ടെങ്കിൽ ജഗത്തുണ്ട്. ഭഗവാൻ ഇല്ലായില്ല. ജഗത്തുള്ളപ്പോൾ ഭഗവാനുള്ളപ്പോൾ ജഗത്തുണ്ട്. ജഗത്തില്ലപ്പോഴും ഭഗവാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ മാത്രമുള്ള ഈ ജഗത്ത് സത്യമായി വിശ്വസിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? എപ്പോഴും ഉള്ളതായിരിക്കുന്ന വസ്തു ഭഗവാൻ മാത്രം. അതുകൊണ്ട് ആ ഭഗവാനെയാണ് സത്യമായിട്ട് ആശ്രയിക്കേണ്ടത്. ആ ഭഗവാന്റെ ലീലകളെയും മഹിമകളെയാണ് കേൾക്കേണ്ടത്. തത്തി സ്വയം വേദ. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അങ്ങ് സ്വയം അറിയും. അങ്ങ് സർവജ്ഞനാണല്ലോ. അങ്ങ് ഭഗവാനാണ്, ഈശ്വരന്റെ അവതാരമാണ്. തഥാപി അങ്ങനെയാണെങ്കിലും പ്രാദേശമാത്രം ഭവത പ്രദർശിതം. ആചാര്യന്റെ ഉപദേശം ആവശ്യമാണ്, ഗുരുപദേശം ആവശ്യമാണ് എന്നുള്ള ആ സമ്പ്രദായം മാനിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് കുറച്ചൊന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് സത്യം. ത്വം ആത്മാനമവേഹി അമോഘദൃക്ക് പരസ്യപും സപരമാത്മന കലാം അജം പ്രജാതം ജഗത ശിവായ തത് മഹാനുഭാവാഭ്യുദയോധിഗണ്യതാം. അങ്ങാരാണ്? ഈശ്വരന്റെ അവതാരമാണ്. ആത്മാനം സ്വയം ഏവ വേദ. അങ്ങ് അമോഘദൃക്ക്, അങ്ങ് സർവജ്ഞനാണ്, എല്ലാം അറിയുന്ന ആളാണ്. മറ്റൊരു ആചാര്യന്റെ അപേക്ഷയില്ലാതെ തന്നെ എല്ലാം അറിയുന്ന ആളാണ് അങ്ങ്. മഹാത്മാവായ മഹാനുഭാവ. വ്യാസമഹർഷി വിളിക്കുക നാരദ മഹർഷി, മഹാനുഭാവ, മഹാത്മാവേ, അങ്ങയുടെ അറിവിന് ഒരിടത്തും മുറിവില്ല, മങ്ങലില്ല. എന്തുകൊണ്ട്? അങ്ങ് ഈശ്വര സ്വരൂപനായതുകൊണ്ട്. ത്വം ആത്മാനം അവേഹി. അങ്ങ് ആത്മാവിനെ അറിഞ്ഞിട്ടുള്ള ആളാ. ആത്മാവിന് ശരീരത്തിൻ്റെതായ ജനനമരണാദി വികാരങ്ങളൊന്നും ഇല്ല. അങ്ങനെയുള്ള ആത്മസ്വരൂപം അറിഞ്ഞ ആത്മജ്ഞാനിയാണങ്ങ്. പിന്നെന്തിനങ്ങ് ജനിച്ചത്? ജഗത ശിവായ പ്രജാതം. അജം, ജന്മമില്ലാത്ത ആ പരമാത്മസ്വരൂപനായ അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അവതാരം എടുത്തത്? ജഗത ശിവായ. ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിന് മംഗളം ചെയ്യാൻ വേണ്ടി, ലോകക്ഷേമത്തിന് വേണ്ടി, ആ
സ്വേച്ഛയ അവതാരങ്ങൾ എടുക്കുന്ന ഈശ്വരൻ്റെ തന്നെ അവതാരമാണങ്ങ്. അതുകൊണ്ട് അങ്ങേക്ക് എല്ലാം അറിയും എന്ന് ഓർമ്മിപ്പിച്ചു. വാസ്തവത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? നമ്മളെല്ലാവരും ആ ഭഗവാന്റെ അംശം തന്നെയല്ലേ? ഭഗവാന്റെ സ്വരൂപികളാണ്. ഇതാണ് ഗുരുനാഥൻ ഓർമ്മിപ്പിക്കുന്നത്. നാരദൻ വ്യാസനെ ഓർമ്മിപ്പിച്ചൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കണ ഗുരുനാഥന്മാര്. മനസ്സിലായില്ലേ? ഇതം ഹി പുംസസ്തപദ ശ്രുതസ്യവാം ശിഷ്ടസ്യ സൂക്തസ്യ ബുദ്ധിദദ്ധയോ അവിച്ഛിതോർത്ഥക്ക വിഭുർനിരൂപിതോ യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. അതുകൊണ്ട് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്ത്? ഒരാൾ തപസ് ചെയ്യുന്നു, ഒരാൾ യാഗം ചെയ്യുന്നു, ഒരാൾ ഗുരുമുഖത്തുനിന്ന് ശ്രവണം ചെയ്യുന്നു, ശാസ്ത്രങ്ങളെ പഠിക്കുന്നു, വേദാധ്യയനം ചെയ്യുന്നു, ജ്ഞാനശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ ഫലം എന്താ? പ്രയോജനം എന്താ? ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രയോജനം എന്താ? അതുകൊണ്ട് കിട്ടേണ്ടത് എന്താ? ഇത്രയേ ഉള്ളൂ. ഉത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. ഭഗവാന്റെ ഗുണഗണങ്ങളെയും മാഹാത്മ്യങ്ങളെയും വർണ്ണിക്കാറാവുക. എന്നാലോ പുംസഹ മനുഷ്യൻ ചെയ്യുന്ന തപസഹ തപസ്സിന്റെ ഫലം ശ്രുതസ്യ വേദാന്ത ശ്രവണങ്ങൾ ചെയ്തു, പഠിച്ചു. സൃഷ്ടസ്യ യാഗയജ്ഞങ്ങൾ ചെയ്തു, അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്തു, ഇങ്ങനെ പലതും ചെയ്തു. ലോകത്തിൽ ഇതിൻ്റെ ഫലം എന്താ? നമ്മൾ പലതും പഠിച്ചു, പലതും നേടി, പലതും ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈശ്വര കഥ കേൾക്കാൻ താല്പര്യം വന്നോ? ഈശ്വരഭക്തി ഉണ്ടായോ? ഈശ്വര മഹിമകളെ വർണ്ണിക്കാൻ താല്പര്യം ജനിച്ചോ? അതാണ് അത്ര പ്രയോജനം. അത് സാധിച്ചിട്ടില്ലെങ്കിലോ എല്ലാം വ്യർത്ഥായി എന്ന് വേണം പറയാൻ. അതാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. ഇനി ശ്രവണമാത്രം കൊണ്ട് ഭഗവത് ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതും മനസ്സിലെ ആ കർമ്മവാസനകളൊക്കെ ക്ഷയിപ്പിക്കുന്നതും അജ്ഞാനത്തെ ഇല്ലാണ്ടാക്കി തീർക്കുന്ന ആത്മജ്ഞാനാനുഭവത്തെ തന്ന് അനുഗ്രഹിക്കാൻ കഴിവുള്ളതുമാണ് ഈശ്വരൻ്റെ മഹിമ. അതിൽ താല്പര്യം ഇല്ലാണ്ടായിച്ചാൽ ബാക്കി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇതുവരെ പറഞ്ഞതിൻ്റെ താല്പര്യം ചുരുക്കത. അതിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവണം, താല്പര്യം ഉണ്ടാവണം. അതാണ് പ്രയോജനം. ഇതിനു മുമ്പും പറഞ്ഞു എന്ത്? ഭഗവാനിൽ പ്രേമത്തെ വളർത്താൻ കഴിയാത്ത കർമ്മം ശ്രമയേവഹി കേവലം എന്ന്. വെറും വ്യായാമം മാത്രം, ദേഹാധ്വാനം മാത്രം. അങ്ങനെയാവാൻ പാടില്ല. അപ്പം എല്ലാ കർമ്മത്തിൻ്റെ ലക്ഷ്യം ഭഗവാനെ അടയലാണ്, ഭഗവാനെ സന്തോഷിപ്പിക്കലാണെന്നർത്ഥം. ഇനി അങ്ങനെ ഭഗവാന്റെ ഗുണഗണങ്ങളും മഹിമകളും കേട്ടാൽ, അത് പാടിയാൽ, അത് കീർത്തിച്ചാൽ ഒരാൾക്ക് ഭക്തി ഉണ്ടാവും. അതുകൊണ്ട് ജ്ഞാനം ഉണ്ടാവും. അജ്ഞാനം നശിച്ച് സംസാരത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. ഇതാണല്ലോ ഇതുവരെ പറഞ്ഞതിൻ്റെ താല്പര്യം. അങ്ങനെ സാധിക്കുമോ? വല്ലവരും സാധിച്ചവരുണ്ടോ? ഉടനെ സംശയം ഉണ്ടാവുമല്ലോ. ഇത്ര പറഞ്ഞാലും ഉദാഹരണം ഉണ്ടോ? ഭഗവാനോട് ഇടക്കിടയ്ക്ക് അറിഞ്ഞു ചോദിക്കും, ഭഗവാൻ അങ്ങനെയൊക്കെ അവിടെ നിന്ന് പറയണമായി വല്ലവരും ജീവിച്ചിരിപ്പുണ്ടോ? അങ്ങനെയുണ്ടോ? അപ്പോൾ പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട് പറഞ്ഞു. ജനവാദികളൊക്കെ പണ്ടത്തെ ആൾക്കാരോട് ഇപ്പതാ എന്നെ നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ള ആളാണ്. അവിടെ പറയുകയാണ് നാരദ മഹർഷിയോട്. നാരദ മഹർഷി പറയുകയാണ് വ്യാസരോട്, മഹർഷിയെ അങ്ങേക്ക് സംശയം തീർന്നില്ലെങ്കിൽ ഞാനാണ് അങ്ങയുടെ മുമ്പിൽ ഇരുന്ന് ഇത് പറയുന്ന ഉപദേശിക്കുന്ന ഞാനാണ് ഇതിന് ഒന്നാന്തരം എക്സാമ്പിൾ എന്നർത്ഥം. എൻ്റെ ജീവിതം അങ്ങനെയാണ് മാറി മറിഞ്ഞത്. മനസ്സിലായില്ലേ? എന്നിട്ട് നാരദ മഹർഷി എങ്ങനെയാണോ കഴിഞ്ഞ ജന്മത്തിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൽപ്പത്തിൽ, ഒരു കൽപ്പകാലം കഴിഞ്ഞിട്ട് അദ്ദേഹം മറന്നിട്ടില്ല. കഴിഞ്ഞ കൽപ്പത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണ ഗൃഹങ്ങളിലൊക്കെ അടിച്ചു വാരി കൊണ്ടിരുന്ന ഒരു തോഴിയിൽ ജനിച്ച ഒരു കുട്ടിയാണ് ഇയാള്. ഏതെങ്കിലും ബ്രാഹ്മണ സന്തതി ആയിരിക്കാം, ആ തോഴിക്ക് ഉണ്ടായ കുട്ടിയാണ്. അങ്ങനെ കുറച്ച് 4 മാസക്കാലം മഹാത്മാക്കളെ സേവിച്ചു. അവരിന്ന് ഈശ്വര കഥകളെ കേൾക്കാൻ ഭാഗ്യമുണ്ടായി. തിരുനാമ മഹിമയുടെ മഹാത്മ്യം മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായി. അങ്ങനെ ഈശ്വരനിൽ ഭക്തി വളർന്ന് ഈശ്വരൻ്റെ മായയെപ്പോലും കണ്ട് മായയെ അതിവർത്തിച്ച് ആ ഈശ്വര സാക്ഷാത്കാരം നേടിയ ആളാണ് ഈ ശ്രീനാരദ മഹർഷി. പറയാണ് ഭഗവത് മഹിമയാണ് എന്നെ മാറ്റിമറിച്ചതെന്ന്. അഹം പുരാതീത ഭവേ ഭവം മുനേ ദാസ്യാസ്തു കസ്യാശ്ചന വേദവാദിനാം നിരൂപിതോ ബാലകയേവ യോഗിനാം ശുശ്രൂഷണേ പ്രാവൃഷി നിർവിവിക്ഷതാം. ഇപ്പൊ സത്സംഗമാണ് മുഖ്യം. സത്സംഗം കൊണ്ട് ഭഗവത് കഥ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. അതുകൊണ്ട് ഭക്തി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നശിക്കുന്ന ഞാനുണ്ടാവും. അതുകൊണ്ട് സംസാരമോചനം ഉണ്ടാവും. ഇതാണ് അതിൻ്റെ താല്പര്യം. അഹം ഞാൻ മുനേ മഹർഷേ വ്യാസമഹർഷേ അതീതഭാവം കഴിഞ്ഞ കൽപ്പത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ അനേക വേദവാദികളായ വേദങ്ങളൊക്കെ പഠിച്ച് വൈദിക ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന
ആ ബ്രാഹ്മണരവിടെ വേല ചെയ്യുന്ന ഒരു ദാസിയുടെ പുത്രനായിട്ടാണ് ജനിച്ചത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വർഷക്കാലത്ത്, ഒരു ചാതുർമാസ്യക്കാലത്ത് കുറച്ച് യോഗികളെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യമുണ്ടായി. തേ മയ്യ അവേദാഖിലജാതലേർഭകേ ദാന്തേ ധൃതക്രീഡനകേനുവർത്തിനി ചക്രുകൃപാം യദ്യപി തുല്യദർശനാഹ ശുശ്രൂഷമാണേ മുനയോൽപഭാഷിണി. എങ്ങനെ അവരുടെ കൃപ എന്നിലുണ്ടായി നാം. നാരദ മഹർഷി ഇവിടെ പറയണത് എൻ്റെ പഠിത്തം കൊണ്ടും മിടുക്ക് കൊണ്ടല്ല ഞാൻ ഈ നിലയിലെത്തിയത്, പിന്നെയോ അവരുടെ കൃപ, ചക്രുകൃപാം, അവരെന്നിൽ കൃപ ചെയ്തു എന്നാണ് പറഞ്ഞത്. അവരുടെ കൃപ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാണ്. പൊതുവേ മഹാത്മാക്കൾക്ക് ഭേദബുദ്ധിയില്ല. എങ്ങനെയുള്ളവരവര്? യദ്യപി തുല്യദർശനാഹ, എല്ലാവരിലും ഈശ്വരനെ കാണുന്നവരാ, സമഭാവനയുള്ളവരാണ് ഈ മഹാത്മാക്കള്. എങ്കിലും എന്നോട് പ്രത്യേകിച്ചൊരു കൃപയുണ്ടായി. അതിനെന്താ കാരണം? അതിന്റെ കാരണം പറയാണ്. അഭേദ അഖില ചാപലേ അർഭകേ. സാധാരണ കുട്ടികളായിരിക്കും, കുട്ടികൾക്ക് പല നല്ല ചാബല്യങ്ങളുണ്ടാവും അല്ലേ? ഞാൻ കുട്ടിയാണെങ്കിലും ആ കുട്ടിക്കാലത്ത് കാണിക്കുന്ന ചാബല്യങ്ങളൊന്നുമില്ല, അടക്കവും ഒതുക്കം ഉള്ളവരായിരുന്നു ഞാൻ. കുട്ടികൾക്ക് കളിക്കോപ്പെടുത്ത് കളിച്ചു കിടക്കുന്ന മോഹം ഉണ്ടാവൂലേ? ധൃതക്രീഡനകേ, കളിപ്പാട്ടങ്ങൾക്ക് കളിച്ചു കിടക്കുന്നല്ലേ 4-5 വയസ്സായ കുട്ടികൾക്ക് ഉണ്ടാവുക മോഹം. എനിക്കോ ഈ കളിക്കോപ്പുകളിലോ അങ്ങനത്തെ കളികളിലോ ഒന്നും യാതൊരു താല്പര്യവും ഉണ്ടായില്ല. അത് മാത്രമല്ല, ശുശ്രൂഷമാണേ, അവരെയൊക്കെ അവരുടെ ആവശ്യം എന്താണെന്ന് അന്വേഷിച്ച് അവർക്ക് വേണ്ട സേവനം ചെയ്യുന്നതിൽ ഞാൻ ഉത്സുകനുമായിരുന്നു, ഔത്സുക്യമുണ്ടായിരുന്നു കുട്ടിയിലെ തന്നെ. യോഗീശ്വരന്മാരുടെ ചതുർമാസ സേവയ്ക്ക് വേണ്ടിയിട്ടാണ് നിയോഗിച്ചത്. അപ്പം അവിടെ നിന്നിട്ട് അവർക്ക് എന്താ വേണ്ടതെന്ന് നോക്കി അറിഞ്ഞ് ആ വേണ്ടത് വേണ്ട സമയത്ത് എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ കൈയും കിട്ടി അങ്ങനെ വിനയാന്വിതനായി നിൽക്കുക. ഇനി അവരെന്തെങ്കിലും പറയണ്ടോ എന്ന് കാത്തുകൊണ്ട് നിൽക്കുക. പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ വളരെ വിനയത്തോടുകൂടി ബഹുമാനത്തോടും ആദരവോടും കൂടി അതൊക്കെ ചെയ്തു കൊടുക്കുക. ആവശ്യമില്ലാണ്ടൊരക്ഷരം മിണ്ടുകയില്ല. അല്പഭാഷിണി. ചില ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അവളുടെ പ്രസംഗം കേൾക്കണം നമ്മൾ. നാട്ടിൽ അതല്ല അപകടം, വരണവരുടെ അവരുടെ വർത്തമാനങ്ങളാണ്. അല്പഭാഷിണി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജോലി തന്നെ ചെയ്യാൻ പറ്റില്ല. ഈ കുട്ടി ആവശ്യമില്ലാണ്ടൊരു വാക്ക് പറയില്ല. അവരെന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയും. അതും വളരെ വിനയത്തോടു കൂടിയിട്ട്. കുട്ടികളുടേതായ ചാബല്യമില്ല, അടക്കോതുക്കുള്ളൊരു കുട്ടി, നല്ല വിനയമുള്ളൊരു കുട്ടി, എന്തും പറഞ്ഞാൽ ചെയ്യാൻ സന്തോഷത്തോടെ സന്നദ്ധതയായിട്ടുള്ള കുട്ടി. അങ്ങനെയൊക്കെയുള്ള സ്വഭാവം കണ്ടപ്പോൾ എന്തോ എല്ലാവരിലും ഒരുപോലെ കാരുണ്യമുള്ളവരാണ് അവര്. എങ്കിൽ കൂടി എന്നെ ഈ സ്വഭാവം കൊണ്ട് അവർക്ക് എന്നോടൊരു പ്രത്യേക കൃപ തോന്നി, കാരുണ്യം തോന്നി, വാത്സല്യം തോന്നി എന്ന് പറയുകയാണ് നാരദൻ. നോക്കണം, എൻ്റെ മിടുക്കൊണ്ടല്ല ഞാൻ രക്ഷപ്പെട്ടത്, ആ മഹാന്മാരുടെ കൃപ എന്നിലുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ മഹാന്മാരുടെ കൃപയ്ക്ക് നമുക്ക് ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ വേണം, യോഗ്യത വേണം, അപ്പോഴാണ് കൃപ ഉണ്ടാവുക. അത് സൂചിപ്പിച്ചു. ശുശ്രൂഷിച്ചു എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാലോ ഭഗവാനെ നിവേദ്യം കഴിഞ്ഞിട്ട് അവർ കഴിക്കും. ബാക്കി ആ പാത്രത്തിൽ എന്താ ഉള്ളത് അതൊക്കെ നീ കഴിച്ചോളാൻ പറയും. ഉച്ചിഷ്ടലേവ അനുമോദിത. ഉച്ചിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച പാത്രത്തിൽ ബാക്കിയുള്ളതിനെയാണ് ഉച്ചിഷ്ടം എന്ന് പറയാം. അങ്ങനെയല്ല. നമുക്ക് മഹാത്മാക്കൾ അവനവൻ്റെ ഉച്ചിഷ്ടം വേറൊരാളെ കഴിപ്പിക്കുമോ? ഇവണ്ടും മഹാത്മാക്കളുടെ ഉച്ചിഷ്ടം നമുക്ക് വലിയ മഹാപ്രസാദമാണ്, വേറെ കാര്യം. അത് ശ്രദ്ധയുള്ളവർക്ക്. പക്ഷെ പൊതുവേ നമ്മൾ ഉണ്ടിട്ട് കുറച്ച് ബാക്കി വെച്ചിട്ട് നീ കഴിക്കുകയെന്ന് പറയുമോ? ഒരിക്കലും സജ്ജനങ്ങൾ ചെയ്യില്ല അല്ലേ? പിന്നെ ഇവിടുത്തെ ഉച്ചിഷ്ടം എന്താ? അവരുണ്ടാക്കണത് ഭഗവാൻ നേരിക്കാനാണ്. ഭഗവാന് നേരിച്ചതേ അവർ കഴിക്കുള്ളൂ, അത് നേരെ കഴിക്കാം. അതിൽ അവർ കഴിച്ചിട്ട് ബാക്കി ആ പാത്രത്തിൽ വെച്ച പാത്രത്തിൽ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഈ കുട്ടിക്ക് കൊടുക്കും. അങ്ങനെ ഇവരെ ശുശ്രൂഷണവും ഈ അവർ കഴിച്ചതിൻ്റെ പാത്രത്തിൽ ബാക്കിയുള്ള ആ പ്രസാദം കഴിച്ചതിൻ്റെ ഫലമായിട്ട് എന്തായി? എൻ്റെ മനസ്സ് വേഗം ശുദ്ധമായി. എത്രയർത്ഥം തത് അവാസ്ത കിൽബിഷഹ, എൻ്റെ മനസ്സിലെ കിൽബിഷങ്ങൾ, വാസനകൾ, പാപങ്ങളൊക്കെ പോയി മനസ്സ് വേഗം നിർമ്മലമായി. അങ്ങനെ മനസ്സ് ശുദ്ധമായപ്പോൾ എന്തായി? അവരുടെ ധർമ്മത്തിൽ തദ്ധർമ്മ ഏവ ആത്മരുചി പ്രജായതേ, അവരുടെ ധർമ്മം ഭഗവത് ധർമ്മമാണ്, ഭഗവാനെ സേവിക്കലാകുന്ന ആ ധർമ്മത്തിൽ എനിക്ക് താല്പര്യമുണ്ടായി. ഈശ്വരഭജനത്തിൽ എനിക്കും താല്പര്യമുണ്ടായി. കൊച്ചുകുട്ടിയായപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇവരെ ശുശ്രൂഷിക്കലും ഇവരുടെ പ്രസാദം കഴിക്കലും ഒക്കെ കൂടിയായപ്പോൾ എന്തായി? വേഗം എൻ്റെ മനസ്സ് നന്നായിട്ട് എനിക്കും ആ ഭഗവാന്റെ കഥ കേൾക്കാൻ, ഭഗവാന്റെ നാമം ജപിക്കാൻ, ആ ഈശ്വരഭജനത്തിൽ അഭിരുചി ജനിച്ചു. തത്രാന്വഹം കൃഷ്ണകഥാപ്രകായതാം അനുഗ്രഹേണാശൃണവം മനോഹരാഹ താ ശ്രദ്ധയാമേനുപദം വിശൃണ്വത പ്രിയശ്രവസ്യംഗഭമാഭവദ്രുചി. ഇതാണ് ഈശ്വരഭക്തന്മാരെ നമ്മൾ ശുശ്രൂഷിച്ചാൽ അവരുടെ ഗുണങ്ങളൊക്കെ നമുക്ക് വരും. അതാണ് മഹാന്മാരെ സേവിക്കുന്നതുകൊണ്ടുള്ള ഗുണം. നമ്മുടെ ദംഭം
അങ്ങനത്തുള്ള ദോഷങ്ങളൊക്കെ പോവുകയും ചെയ്യും. അങ്ങനെ എന്തായി? അപ്പോൾ അവർ ഭഗവാനെ പൂജിക്കും, പോരാ ഭഗവാന്റെ നാമം ജപിക്കും, അവർക്ക് ജപം, ധ്യാനം, പൂജ ഇത്യാദികളൊക്കെ ഉണ്ട്. അതിന് പുറമെയോ ഭഗവത് കഥകൾ, അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ പറഞ്ഞു കൊടുക്കുന്ന ഭഗവാന്റെ കഥകൾ ഞാനും കേൾക്കും. അങ്ങനെ ഭഗവാന്റെ കഥ കേൾക്കാൻ ഇട വന്നതോടുകൂടിയോ കൂടുതൽ കൂടുതൽ എനിക്ക് ഭഗവാനോടൊരാകർഷണം, പ്രീതി, പ്രേമം ഉണ്ടാവാൻ തുടങ്ങി. തസ്മിൻസ്തദാലബ്ധരുചേർ മഹാമുനെ പ്രിയശ്രവസ്യാസ്ഖലിതാമതിർമമ യയാഹമേതൽ സദസൽസ്വമായയാ പശ്യേ മയി ബ്രഹ്മണി കൽപ്പിതം പരേ. വളരെ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യണമെന്ന്. ഒന്ന്, വിനയത്തോടെ അടക്ക ഒതുക്കത്തോടുകൂടി സജ്ജന സേവനം, മഹാത്മാക്കളുടെ സേവനം വളരെ പ്രധാനമാണ്. വെറുതെ പുസ്തകം പഠിച്ചുകൊണ്ടുണ്ടാവില്ല നമുക്ക്. ഈ സേവ വളരെ മുഖ്യം. ആ സേവ കൊണ്ട് നമ്മുടെ ഈ ദുരഭിമാനവും ദമ്പൊക്കെ പോവുള്ളൂ. പിന്നെ അവരുടെ ആ നന്മകളും ഗുണങ്ങളൊക്കെ നമുക്കിൽ പകരും. മാത്രമല്ല അവരുടെ ആ ധർമ്മത്തിൽ, ആ ഈശ്വര ഭജന അനുഷ്ഠാന ധർമ്മത്തിൽ നമുക്ക് താല്പര്യം ഉണ്ടാവും. അവരിൽ നിന്ന് ഈശ്വരമഹിമകളെ നിരന്തരം കേൾക്കാൻ ഇടവരും. ആ ഈശ്വരമഹികളുടെ ശ്രവണം കൊണ്ടാണ് ഭഗവാനാണ് സത്യം, ഭഗവാനാണ് നമ്മുടെ ആത്മാവ്, ഭഗവാനാണ് നമ്മുടെ അച്ഛൻ, ഭഗവാനാണ് നമ്മുടെ അമ്മ, ബന്ധു, സുഹൃത്ത്, എല്ലാം ഭഗവാനില്ലെങ്കിൽ നമ്മളില്ല, ഭഗവാനില്ലെങ്കിൽ ലോകമേ ഇല്ല. ഭഗവാനെ കൊണ്ടാണ് ഈ ലോകം സത്യമായിട്ടിരിക്കുന്നത്, ഭഗവാനെ കൊണ്ടാണ് ഞാനൊക്കെ ജീവനോടിരിക്കുന്നത് എന്നൊക്കെ അറിയുമ്പോൾ ആ ഈശ്വരൻ്റെ ആ മഹാത്മ്യം കൊണ്ടാണ് നമ്മുടെ ജീവിതവും ലോകജീവിതവും നടക്കുന്ന അറിയുമ്പോൾ ആ ഈശ്വരൻ നമ്മളിലോട് ബന്ധമില്ലാത്ത ഒരാളല്ല. പൊതുവെ ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കണേ, എവിടെയോ ലോകസൃഷ്ടി ചെയ്ത് എവിടെ പോയിരിക്കുന്ന ഒരാളെന്നല്ലേ, നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത ആളെന്നല്ലേ. അങ്ങനെയല്ല, ഈശ്വരനാണ് നമ്മുടെ സർവസ്വവും. ആ ഈശ്വരൻ മാറ്റി നിർത്തിയ എവിടെ ഞാനും എൻ്റെ ജീവിതവും അസാധ്യം. എനിക്ക് അത്രയും കടപ്പെട്ടിരിക്കണം ഭഗവാനോട്, ഈ ലോകത്തിൽ വേറെ ആരോടും അല്ല. ഇതൊക്കെ അറിയാൻ കഴിയും. ആ സത്സംഗം കൊണ്ട് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതൊക്കെ മനസ്സിലായപ്പോൾ എന്തായി? കൂടുതൽ ആ ഈശ്വരനെ ഭജിക്കണം, ആ ഈശ്വരൻ്റെ കഥ കേൾക്കണം, ആ ഈശ്വരൻ ധ്യാനിക്കണം എന്ന് മോഹം വരാൻ തുടങ്ങി. ഇതൊക്കെ നാരദനുണ്ടായി. നാരദനല്ല, അപ്പം നാരദനായിട്ടില്ല, ദാസീപുത്രനാണ്, വേലക്കാരിയുടെ മകനാ ഉണ്ടായി. ആ പ്രസാദം കൊണ്ട് കൂടുതൽ ഓ ഭഗവാന്റെ പാദഭക്തി വന്നു. അതോടെന്തായി? മനസ്സ് ഇളക്കമില്ലാണ്ടായി. ലബ്ധരുതേ, ഭഗവാനിൽ പ്രേമം വർദ്ധിച്ചു വരുന്നതോടുകൂടി മതി എൻ്റെ ബുദ്ധി അസ്ഖലിത, എൻ്റെ മനസ്സ് ചാഞ്ചല്യമില്ലാതെ നിശ്ചലമായി ഭഗവാനിൽ അത്രേ. അപ്പോഴോ ഭഗവാന്റെ മായയെ കാണാൻ സാധിച്ചു. ആ മായയെ അതിവർത്തിച്ചിരിക്കുന്ന ഈശ്വരനെ അറിയാൻ സാധിച്ചു. ആ ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് ആത്മബോധമുണ്ടായി. നാം പറയണു, സദസത്വമായ മയി ബ്രഹ്മണി കൽപ്പിതം പരേ. ഇന്ന് മുമ്പ് സൂചിപ്പിച്ചു, രണ്ട് ശരീരത്തെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് സ്ഥൂല ശരീരം, ഒന്ന് സൂക്ഷ്മ ശരീരവും. കാരണം ശരീരം അജ്ഞാനാണ്. അപ്പോൾ സ്ഥൂല ശരീരം ഈ ദേഹം, സൂക്ഷ്മ ശരീരം മനസ്സ്. ഈ ശരീരത്തിലും മനസ്സിലുമാണ് നമ്മൾ അഭിമാനിച്ചിരിക്കുന്നത്. അജ്ഞാനം കൊണ്ട് ശരീരത്തിനെയും ശരീരധർമ്മങ്ങളെയും മനസ്സിനെയും മനസ്സിൻ്റെ ധർമ്മങ്ങളെയും അതിനെ അറിയുന്ന ദ്രഷ്ടാവായ ആത്മാവായ തന്നിൽ ആരോപിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് നമ്മൾ അറിയണില്ല. പക്ഷെ ഇപ്പം നാരദൻ ഇവിടെ പറയുകയാണ്, ഈ സദസച്ച സ്ഥൂലവും സൂക്ഷ്മമായ ശരീരങ്ങളും അതിൻ്റെ ധർമ്മങ്ങളൊക്കെ ആ ആത്മസ്വരൂപനായ എന്നിൽ കൽപ്പിതം ആരോപിക്കപ്പെട്ടതാണ് എന്ന് എനിക്ക് ബോധ്യമായിന്ന്. ആ ജന്മത്തിൽ തന്നെ ഇത്രയൊക്കെ ആധ്യാത്മികമായി ഉയരുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ 4 മാസത്തെ മഹൽസേവയുടെയും ആ ഭഗവത് കഥാശ്രവണത്തിൻ്റെയും തിരുനാമ ജപത്തിൻ്റെയും ഫലമായിട്ട് കുട്ടിയായതുകൊണ്ട് വേഗം ശുദ്ധായി. അതിൻ്റെ ഫലമായിട്ട് എന്തായി? എനിക്ക് മനസ്സിലായി, ഈ ശരീരമോ മനസ്സോ ബുദ്ധിയൊന്നും അല്ല ഞാൻ ശുദ്ധമായ ആത്മസ്വരൂപമാണ്, ബോധസ്വരൂപമാണ്. അതെങ്ങും നിറഞ്ഞിരിക്കുന്ന സർവ്വവ്യാപിയായ ആ പരമാത്മതത്വം തന്നെയാണ്. അതിൽ കൽപ്പിതമാണിതെല്ലാം എന്ന സത്യം എനിക്ക് പ്രത്യക്ഷമായി അനുഭവപ്പെട്ടു. ഇത്തം ശരത്പ്രാവൃതികാവൃതൂ ഹരേഃ വിശൃണ്വതോ മേനുസവം യശോമലം സങ്കീർത്യമാനം മുനിഭിർമഹാത്മഭിർ ഭക്തി പ്രവൃത്ത ആത്മരജ തമോപഹാം. ഇത്തം, ഇപ്രകാരം ആ വർഷക്കാലം കഴിഞ്ഞു, ചാതുർമാസം കഴിഞ്ഞു. അപ്പോഴേക്ക് എന്തായി? ആ മുനികള് 3 നേരവും ഭഗവാന്റെ ഭജനുണ്ട്, താമജപുണ്ട്, അതുമാതിരി കഥയുണ്ട്, ഭഗവാന്റെ കഥ പറയും. ഈ 3 നേരവും ഭഗവാനിൻ്റെ മഹിമകൾ ഇവരുന്ന് കേൾക്കുക, കഥകൾ കേൾക്കുക, നാമം ജപിക്കുക. ആ ഈശ്വരഭക്തി അങ്ങനെ വളർന്ന് എന്തായി? ഓ, എനിക്ക് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എൻ്റെ മനസ്സിലെ
രജോ ഗുണങ്ങളും തമോ ഗുണങ്ങളും ഒക്കെ നീങ്ങി, ആ വാസനകളൊക്കെ നീങ്ങി കഴിഞ്ഞപ്പോഴോ പരിശുദ്ധമായ സത്വഗുണങ്ങൾ വളർന്നു. സത്വഗുണങ്ങൾ വളർന്നപ്പോഴോ ഭക്തി അത്യന്തം ശുദ്ധമായി എന്നർത്ഥം. ആദ്യത്തെ ഭക്തിയിൽ ഗുണങ്ങളുണ്ട്. രജസ്സും തമസ്സുമാണ് ആത്മസ്വരൂപത്തെ മറച്ചു വയ്ക്കുന്നത്. അതിനെ മാറ്റുന്ന സത്വഗുണം വളരണം. ആ സത്വഗുണങ്ങൾ വളർന്നു, ആ ഭക്തിക്ക് നിഷ്ഠ വന്നു, ഭക്തി ഉറച്ചു എന്നർത്ഥം. അങ്ങനെ ഭഗവത് കഥാശ്രവണം കൊണ്ട് മഹാത്മാക്കളെ സേവിക്കാനിടവരും, അതിന് അവിടുന്ന് ഭഗവാന്റെ മഹിമകൾ കേൾക്കാനിടവരും. അതുകൊണ്ട് തതോ രജസ്തമോഭാവ കാമലോഭാതയശ്ചയേ ചേത ഏതൈരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി എന്നൊക്കെ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു ഓർക്കുക. അവിടെ സിദ്ധാന്തം പറഞ്ഞു, ഇവിടെ ദൃഷ്ടാന്തം പറയാം. അവിടെ ആ അധ്യായത്തിൽ എന്തൊക്കെ പറഞ്ഞോ ശ്ലോകരൂപത്തിൽ അതിനെ മുഴുവൻ നാരദന്റെ ജീവിതത്തിൽ അനുഭവം ഒന്നുകൊണ്ട് കാണിക്കാം. ഭഗവാന്റെ മഹിമകൾ കേട്ട് 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 മനസ്സിലെ രജസ്തമോ ഗുണങ്ങളൊക്കെ പോയി, അതിന്റെ ഫലമായ കാമക്രോധാദികളൊക്കെ നീങ്ങി. അപ്പം എന്തായി? സ്ഥിതം സത്വേ പ്രസതി, മനസ്സ് സത്വഗുണ പ്രധാനമായി മനസ്സിന് പരമമായ ശാന്തി കൈവന്നു. ആ ഭക്തി അത്യന്തം ഉറച്ചു. ആ ഭക്തി വന്നാൽ എന്താ? അങ്ങനെയുള്ള ഭക്തി കൊണ്ട് അദ്ദേഹത്തിന് വിരക്തി വരും. ഭക്തി കൊണ്ട് വിരക്തിയും ആ വിരക്തമായ മനസ്സിൽ ആത്മബോധവും ഉണ്ടാവും. അത് രണ്ടും ഉണ്ടായി അനുഭവപ്പെട്ടു എന്നാണ് നീ പറയുന്നത്. തസ്യൈവം മേനുരക്തസ്യ പ്രശ്രിതസ്യ ഹതൈനസഹ ശ്രദ്ധദാനസ്യ ബാലസ്യ ദാന്തസ്യ അനുചരസ്യ ജാം. ഇങ്ങനെ ഭഗവാനിൽ അത്യന്തം അനുരക്തനും പ്രേമമുള്ളവനും പ്രശ്രിതസ്യ അടക്കോതുക്കവും വിനയുള്ളവനും ഹതൈനസഹ ഭഗവത് കഥാശ്രവണം കൊണ്ട് ഭക്തി കൊണ്ട് സർവ്വവാസനകളും നശിച്ച് പാപം നശിച്ചവനും ശ്രദ്ധദാനസ്യ ഈശ്വരധർമ്മത്തിൽ അത്യധികം ശ്രദ്ധയുള്ളവനും ഈ ഗുരുവാക്യത്തിൽ അത്യന്തം ശ്രദ്ധയുള്ളവനും ദാന്തസ്യ ഇന്ദ്രിയങ്ങളൊക്കെ അടങ്ങിയവനുമാണ് ഈ കുട്ടി. അങ്ങനെയായിരുന്നു ഈ കുട്ടിയുടെ ജീവിതം. അങ്ങനെയുള്ള അനുചരസ്യ എപ്പോഴും അനുചരനായിട്ട് കിങ്കരനായിട്ട് ഈ മഹാന്മാരുടെ പിന്നാലെ നടക്കും. അങ്ങനെയുള്ള ബാലനായ എന്നോട് അവർക്ക് എന്തുണ്ടായി? കൃപയുണ്ടായി. വീണ്ടും കൃപയാ ദീനവത്സലാഹ, ദീനന്മാരിൽ പാവങ്ങളോട് കാരുണ്യം എപ്പോഴും ഉണ്ടാവും മഹാത്മാക്കൾക്ക്. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം എൻ്റേത്. എന്ത്? പരമഭക്തനാണ്, ഭഗവാനിൽ അനുരക്തനാണ്, വിനയാന്വിതനാണ്, പാവങ്ങളൊക്കെ നശിച്ചവനാണ്, ഭഗവത് കഥകളിലും മഹാത്മാക്കളുടെ വാക്കിലും ശ്രദ്ധയുള്ളവനാണ്, ഇന്ദ്രിയങ്ങൾക്ക് അടക്കം വന്നവനാണ്. ഈ മഹാത്മാക്കളുടെ പിന്നാലെ അവർ പറയണത് അനുസരിച്ച് എന്തും ചെയ്യാൻ തയ്യാറായി സഞ്ചരിക്കുന്നവനാണ്. അങ്ങനെയൊക്കെയുള്ള എൻ്റെ ഈ സ്വഭാവം കൊണ്ട് അവർക്ക് എന്നോട് അത്യധികം കൃപയുണ്ടായപ്പോൾ എന്തുണ്ടായി? അവർ ഈ ചാതുർമാസ്യ വ്രതം കഴിഞ്ഞ് അവിടുന്ന് പോണതിന് മുമ്പ് എനിക്ക് സാക്ഷാൽ ഭഗവതോദിതം ഗുഹ്യതമം ജ്ഞാനം അന്വവോചൻ, അത്യന്തം ശ്രേഷ്ഠമായതും രഹസ്യമായതും ഭഗവാൻ തന്നെ തൻ്റെ ഭക്തന്മാർക്ക് മോക്ഷത്തിന് വേണ്ടി ഉപദേശിച്ചതായ ഭഗവാന്റെ സ്വരൂപജ്ഞാനം എനിക്ക് ഉപദേശിച്ചു തന്നു എന്നർത്ഥം. അതാ ധർമ്മജ്ഞാനം ഗുഹ്യമാണ്, ഈശ്വരജ്ഞാനം ഗുഹ്യതമമാണ്. ധർമ്മത്തിൻ്റെ രഹസ്യം തന്നെ സാധാരണക്കാരൻ അറിയാൻ കഴിയില്ല. ഭഗവത് സ്വരൂപത്തെക്കുറിച്ച് ഭഗവാൻ തന്നെ പറഞ്ഞതാണ് ഭാഗവധർമ്മം. ആ ഭഗവത് സ്വരൂപജ്ഞാനം അത്യന്തം ഗുഹ്യ രഹസ്യമായത്, അത്യന്തം ശ്രേഷ്ഠമായത് എന്നോടുള്ള കൃപ കൊണ്ട് അവരെനിക്ക് ഉപദേശിച്ചു തന്നു. യേനൈവാഹം ഭഗവതഃ വാസുദേവസ്യ വേദസ മായാനുഭാവമവിധം യേന ഗച്ഛന്തി തൽപദം. ആ ജ്ഞാനത്തിൻ്റെ മഹിമെന്താ? അവരുപദേശിച്ച ആ ജ്ഞാനത്തിൻ്റെ മഹിമെന്താ? ഈ ജ്ഞാനം കൊണ്ട് ഭഗവാന്റെ മായയെ ജയിക്കാൻ സാധിക്കും. ഏനൈവ, അവരുടെ ആ ഉപദേശം കൊണ്ട് തന്നെ അഹം ഞാൻ ഭഗവതഃ ലോകസൃഷ്ടാവായ പ്രപഞ്ച സൃഷ്ടി സംഹാരങ്ങളിൽ ലീലയാ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭഗവാൻ ശ്രീ വാസുദേവന്റെ മായയുടെ മഹത്വത്തെ വൈഭവത്തെ അറിഞ്ഞു എന്ന് മാത്രമല്ല, ആ ജ്ഞാനം കൊണ്ട് ഏന തൽപദം ഗച്ഛന്തി, ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്തു. ഈ ജ്ഞാനം കൊണ്ടാണ്, മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ടുണ്ടാവുന്ന ശുദ്ധ ഹൃദയത്തിൽ ഉദിക്കുന്ന ആ ആത്മജ്ഞാനം കൊണ്ടാണ് ഈശ്വരാനുഭവം ഉണ്ടാവുക എന്നർത്ഥം. അതുണ്ടായി. അപ്പൊ ഇതൊക്കെ എങ്ങനെ സാധിച്ചു? കേവലം ഹരികഥാശ്രവണം കൊണ്ട് അല്ലേ? 4 മാസത്തെ ചാതുർമാസ്യ വ്രതത്തിൽ ഈ മഹാത്മാക്കളെ സേവിക്കാനും അവരുടെ ധർമ്മത്തിൽ അഭിരുചി ജനിക്കാനും അവരുടെ മുഖത്തുനിന്ന് ഭഗവാന്റെ ഗുണഗണങ്ങളും മഹാത്മ്യങ്ങളും കേട്ടതിൻ്റെ ഫലമായിട്ടുണ്ടായ ഭക്തിയുടെ മഹത്വം കൊണ്ട് ആ വാസനകളൊക്കെ ക്ഷയിച്ച് മനസ്സ് ശുദ്ധമായപ്പോൾ ആ ജ്ഞാനത്തിനുള്ള പാത്രത വന്നു. ആ ജ്ഞാനവും അവരുപദേശിച്ചു. ആ ജ്ഞാനം കൊണ്ട് മായയെ അറിഞ്ഞ് ജയിച്ച്
ഭഗവത് പദപ്രാപ്തി, ഭഗവത് അനുഭൂതി ഉണ്ടായി. ഏതൽ സംസൂചിതം ബ്രഹ്മൻ താപത്രയ ചികിത്സിതം യതി ഈശ്വരേ ഭഗവതി കർമ്മ ബ്രഹ്മണി ഭാവിതം. അതുകൊണ്ട് വേദവ്യാസ മഹർഷേ, എന്താണ് സകലവിധ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കാനുള്ള ഏക ഔഷധം? ഒറ്റമൂലി. എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്? താപത്രയം. പലതരത്തിലുള്ള താപങ്ങൾ, ദുഃഖങ്ങൾ ഉണ്ടല്ലേ, അതിനുള്ള ചികിത്സ, അതിനുള്ള ഔഷധം മരുന്ന് എന്താ? താപത്രയ ചികിത്സം. പലതരത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ സകലവിധമാനങ്ങളായ ദുഃഖങ്ങളെയും തീർക്കാനുള്ള സിദ്ധൌഷധം ഇതാണ്. എന്താ? സർവചരാചരങ്ങളുടെയും ഹൃദയത്തിൽ അന്തര്യാമിയായിരുന്നുകൊണ്ട് എല്ലാവർക്കും ഈ ശരീര മനോബുദ്ധികളെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അവർക്ക് ജീവൻ കൊടുത്തുകൊണ്ട് അവർക്ക് എല്ലാം ചെയ്യാനുള്ള സാമർഥ്യം കൊടുത്ത് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ നമ്മളുടെ കർമ്മങ്ങൾ അർപ്പിക്കുക. ആ കർമ്മങ്ങളെ കൊണ്ട് അവനെ ആരാധിക്കുക എന്നുള്ളതാണ് ഈ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള ഒറ്റമൂലി അഥവാ സിദ്ധൌഷധം. ഇത് ഈശ്വരേ ഭഗവതി, ഈശ്വരനായ ഭഗവാനിൽ കർമ്മ ബ്രഹ്മണി ഭാവിതം, കർമ്മങ്ങൾ അർപ്പിക്കുക എന്നർത്ഥം. സകല കർമ്മങ്ങളും ഭഗവത് അർപ്പണം ചെയ്യലാണ് സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള എളുപ്പ വഴി എന്നർത്ഥം. എങ്ങനെ ഈ ദുഃഖങ്ങളെ അതിവർത്തിക്കാം? യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാനെ അവിടത്ത് പ്രേരിപ്പിച്ച് നടക്കണു. അവിടെ നിന്ന് ഉള്ളിൽ അന്തര്യാമിയായിരുന്നില്ലെങ്കിൽ നമുക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ? നമുക്ക് വല്ലതും പറയാൻ കഴിയുമോ? നമുക്ക് ജീവൻ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പം നമുക്ക് ശക്തിയും ബുദ്ധിയും സാമർഥ്യവും ദേഹവും മനസ്സും ബുദ്ധിയും അത് തന്നതും അതിനൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്ക് ചുറ്റുപാടൊരുക്കി തന്നതും എല്ലാം പ്രഭു എന്നറിഞ്ഞ് ആ കർമ്മങ്ങൾ അവിടുത്തെ സന്തോഷത്തിനായി ഭരണമേ എന്ന് ഭാവിച്ച് ഭഗവാനിൽ അർപ്പിക്കലാണ് പലതരത്തിലുള്ള സംസാര ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത്. ഇതാണ് അതിനുള്ള ചികിത്സ. ഇതൊരു രോഗമാണെങ്കിൽ ചികിത്സ വേണല്ലോ. ഇതാ ആമയോയശ്ച ഭൂതാനാം ജായതേന സുവ്രതാം തദേവ ഹ്യാമയം ദ്രവ്യം പുനാതി ചികിത്സിതം. അതെങ്ങനെയാ? കർമ്മം എപ്പോഴും നേരത്തെ പറഞ്ഞത്, നിങ്ങൾ കർമ്മം ചെയ്ത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. കർമ്മം വീണ്ടും പുണ്യപാപ ഫലങ്ങളെ ഉണ്ടാക്കും. അത് അനുഭവിക്കാൻ വേണ്ടി ഉത്കൃഷ്ട ശരീരങ്ങളും നികൃഷ്ട ശരീരങ്ങളൊക്കെ മാറി മാറി എടുക്കേണ്ടി വരുന്നല്ലേ? മേലോട്ട് ബ്രഹ്മലോകം വരെയും താഴോട്ട് സ്ഥാപന വരെയുള്ള ശരീരങ്ങളെടുത്ത് മാറി മാറി സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നല്ലേ പറഞ്ഞത്? അതെ. പക്ഷെ ഇപ്പം പറയണം മറിച്ചാന്നു. മറിച്ച ഒരു ഉദാഹരണം പറയാം. ചില വസ്തുക്കൾ നമ്മൾ കുറച്ച് ജാസ്തി കഴിച്ചാൽ അത് തന്നെ നമുക്ക് പല അസുഖങ്ങളുണ്ടാക്കും അല്ലേ? ഇപ്പം നെയ്യ് നല്ലതാ. എന്നുവെച്ചാൽ നെയ്യ് ധാരാളം കഴിച്ച് കഴിഞ്ഞാൽ ദഹനക്കേട് പിടിക്കും, പല സുഖക്കേടുകൾ വരും അല്ലേ? എന്നാൽ അതിൽ കുറച്ച് മരുന്നുകൂട്ടൊക്കെ ചേർത്തിട്ട് ഒന്ന് കാച്ചുക. മരുന്നൊക്കെ അരച്ച് ചേർത്തിട്ട് ആ നെയ്യ് കാച്ചി കഴിച്ചാലോ ഈ നെയ്യ് കഴിച്ചിട്ടുണ്ടായ അസുഖത്തിന് മരുന്നായി. അത് മനസ്സിലായോ? അതാ ദോഷത്തെ ഇല്ലാണ്ടാക്കും. മനസ്സിലായില്ലേ? ഇതുപോലെയാണ് സാധാരണ കർമ്മം എപ്പോഴും കർമ്മവാസനകളെ ജനിപ്പിച്ച് പുതിയ ജന്മങ്ങൾക്ക് കാരണമാക്കും. അങ്ങനെയാണ് അത് ബന്ധനത്തിന് കാരണമാവുന്നത്. എന്നാൽ സംസാരത്തെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന അതേ കർമ്മം എങ്ങനെയാണ് സംസാരത്തെ ജയിക്കാൻ, ഈ എല്ലാ സംസാര ദുഃഖങ്ങളെ അതിവർത്തിച്ച് പരമാത്മ സാക്ഷാത്കാരത്തിന് സഹായിക്കുന്നത് എന്നാണെങ്കിൽ ഇങ്ങനെയാണ്. ദ്രവ്യം വീണ്ടും മരുന്ന് ചേർത്ത് നമ്മൾ കഴിച്ചു എന്ന് വെച്ചാൽ അതുകൊണ്ട് വന്ന ദോഷം ഇല്ലാണ്ടാക്കുന്നത് പോലെ. ഉദാഹരണം നെയ്യ്. ഇതുപോലെയാണ് കർമ്മം. സാധാരണ കർമ്മമാണ് നമുക്ക് വീണ്ടും വീണ്ടും വാസനകൾക്ക് ജന്മത്തിനും കാരണമാക്കുന്നത്. പുതിയ ജന്മത്തിനുള്ള വിത്ത് എന്താണ്? കർമ്മവാസനകളാ. കർമ്മവാസനകൾ കർമ്മം കൊണ്ടുണ്ടാവണതാ. ഏവം നൃണാം ക്രിയായോഗാഃ സർവേ സംസൃതിഹേതവ തയേവ ആത്മവിനാശായ കൽപ്പന്തേ കൽപ്പിതാ പരേ. എന്താ? എല്ലാ പ്രവൃത്തികൾക്കും ഗുണവും ദോഷമുണ്ട് അല്ലേ? ദോഷരഹിതമായ ഒരു കർമ്മമില്ല എന്നാണ് പറഞ്ഞത്. തീയില്ലാതെ പുകയില്ലാതെ തീ ഉണ്ടാവുമോ? സർവാരംഭാഹി ദോഷേണ ധൂമേന അഗ്നിരിവാവൃത എന്നൊക്കെ ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. തീ ഉണ്ടെങ്കിൽ കുറച്ച് പുക ഉണ്ടാവാണ്ടിരിക്കാൻ പറ്റില്ല. അടുപ്പിൻ്റെ അടുത്ത് പോയാൽ കുറച്ച് പുക കേൾക്കേണ്ടി വരും. അതില്ലാതെ തീ ഉണ്ടാവില്ല. അതുപോലെ ദോഷമില്ലാത്തൊരു കർമ്മമില്ല. അപ്പം മൊത്തത്തിൽ കർമ്മങ്ങൾ പുണ്യപാപ രൂപങ്ങളാണ്. അത് നമ്മളെ സുഖദുഃഖങ്ങൾ അനുഭവിപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ജനിപ്പിക്കുകയും ചെയ്യും. ഇതാണ് കർമ്മത്തിൻ്റെ ദോഷം. പക്ഷേ ഇതേ കർമ്മങ്ങളെ തന്നെ ഈശ്വരന് സമർപ്പിച്ചാലോ
ഏവ ആത്മവിനാശായ, തൻ്റെ ബന്ധനത്തിന് കാരണമാക്കിയ ഇതേ കർമ്മങ്ങൾ നമ്മുടെ മോചനത്തിന് കാരണമാവും. സംസാര ദുഃഖങ്ങളെ ഉണ്ടാക്കി തീർക്കുന്ന കർമ്മങ്ങൾ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ നമ്മെ സഹായിക്കും. അതാണ് ക്രിയായോഗം, കർമ്മയോഗം. ഇതാണ് വീണ്ടും 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 നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നർത്ഥം. കർമ്മം എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കർമ്മം കൊണ്ട് വീണ്ടും കുരുക്കിൽപ്പെടാതെ, ബന്ധനത്തിൽ അകപ്പെടാതെ അതൊന്ന് മോചിപ്പിക്കണമെങ്കിലോ ഈ കർമ്മങ്ങൾ ഭഗവത് സ്മരണയോടെ, ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ്. ഭഗവാനില്ലെങ്കിൽ നമുക്ക് ജീവിതവും ഇല്ല, നമുക്കൊന്നും ചെയ്യാനുള്ള കഴിവുമില്ല. വെറും പപ്പറ്റ്സാണ് നമ്മൾ ഭഗവാന്റെ കയ്യിൽ, അല്ലേ? പാവകളെ കളിപ്പിക്കുന്ന പാവകളിക്കാരൻ, ചരട് വരിക്കുന്ന പോലെ നമ്മൾ. അപ്പോൾ ആ ഭഗവാൻ പ്രേരിപ്പിച്ച് നടക്കണോ, ആ ഭഗവാന് വേണ്ടി ചെയ്യുന്നു, ഭഗവാൻ സന്തോഷിക്കണം സങ്കല്പത്തോടെ ചെയ്താൽ ഈ നെയ്യ് മരുന്ന് പച്ചമരുന്നുകളൊക്കെ ഇട്ട് കാച്ചിയിട്ട് കൊടുത്താൽ സൂക്കേട് മാറ്റണ മാതിരി ഈ കർമ്മത്തിൻ്റെ ദോഷത്തെ ഇല്ലാണ്ടാക്കും. കർമ്മത്തിൻ്റെ ദോഷം എന്താ? പുണ്യഭാവ വാസങ്ങളെ ഉണ്ടാക്കി അതില്ലാണ്ടാക്കും, ജന്മത്തെ ഇല്ലാണ്ടാക്കി തീർക്കുന്നർത്ഥം. യത്ര ക്രിയതേ കർമ്മ ഭഗവൽ പരിദോഷണം ജ്ഞാനം യത്തധീനം ഹി ഭക്തിയോഗ സമന്വിതം. അതുകൊണ്ട് കർമ്മം കൊണ്ട് എങ്ങനെയാണ് കർമ്മത്തെ നശിപ്പിക്കാൻ കഴിയുക, കർമ്മബന്ധത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുക എന്ന് വ്യക്തമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു. കർമ്മം ഭഗവാന് സന്തോഷത്തിനനുസരിച്ച് ഭഗവതർപ്പണമായി ചെയ്താൽ അതുകൊണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹം ഭക്തിയുടെ രൂപത്തിൽ, ഭക്തി ഉണ്ടായാലോ, ആ ഭക്തി ഉണ്ടായ മനസ്സ് ശുദ്ധമായി. മനസ്സ് ശുദ്ധമായാലോ, ശുദ്ധമായ മനസ്സിൽ ഞാൻ ദേഹാദികളല്ല ആത്മാവാണ് എന്നുള്ള അനുഭവജ്ഞാനം ഉണ്ടാവും. അപ്പോൾ അതിന് ഒത്തിരി പുസ്തകം പഠിക്കണ്ട, ഗുരുവിൻ്റെ ഒരു ഉപദേശം മതിയാവും. മനസ്സിലായില്ലേ? ഇങ്ങനെ അജ്ഞാനത്തെ നശിപ്പിക്കാൻ, ഈശ്വര സാക്ഷാത്കാരത്തിന് സഹായകമായിട്ടുള്ളതായ ഭക്തിയെ ജനിപ്പിക്കാൻ ഈശ്വരാർപ്പണമായ കർമ്മം പരമ്പരയാ കാരണമാകുന്നു. ഇങ്ങനെ നമ്മളെ സംസാരം ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കും. അതുകൊണ്ട് കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്യണം എന്നാണ് ഇതുവരെ പറഞ്ഞതിൻ്റെ താല്പര്യം. കുർവാണ യത്ര കർമാണി ഭഗവൽ ശിക്ഷയാ സകൃത് ഗൃഹന്തി ഗുണനാമാനി കൃഷ്ണസ്യാനുസ്മരന്തിജാം. വീണ്ടും ഭഗവതർപ്പണമായി ചെയ്യുന്ന കർമ്മം എങ്ങനെ നമുക്ക് ഭക്തിയെ വളരാൻ സഹായിക്കും എന്ന് പറയുന്നു. ഭഗവാന്റെ ഉപദേശം അനുസരിച്ച് ഭഗവത് ശിക്ഷയാ, ഭഗവാൻ നമുക്ക് ശിക്ഷ നമ്മളെ ഉപദേശം തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആരാണോ അസകൃത് എപ്പോഴും കർമാണി കുർവാണ കർമ്മങ്ങൾ ചെയ്യണത്, അവൻ കൃഷ്ണസ്യ ഗുണനാമാനി ഗൃഹന്തി, ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഭഗവാനെ അനുസ്മരന്തിജ ഓർമ്മിച്ചുകൊണ്ട് ആ ഭഗവാനിൽ അർപ്പിച്ച് കർമ്മം ചെയ്യുമ്പോൾ കർമ്മ ബന്ധനം ഇല്ലാണ്ടാവും. എന്താ ഭഗവാന്റെ ശിക്ഷ, ഭഗവാന്റെ ഉപദേശം? ഭഗവാൻ ഗീതാദി ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറയണത്? യത് കരോഷി യതശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മതർപ്പണം. അല്ലേ? നീ കാണുന്നതും കേൾക്കുന്നതും ഉണ്ടെന്നും കഴിക്കുന്നതും ദാനം ചെയ്യുന്നതും പൂജ ചെയ്യുന്നതും ഹോമം ചെയ്യുന്നതും സാധന ചെയ്യുന്നതും ഒക്കെ എന്നിൽ അർപ്പിച്ച് ചെയ്യുന്നുണ്ടല്ലേ? ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലോ. ബ്രഹ്മാർപ്പണമായി എല്ലാം ചെയ്യൂ, ഈശ്വരാർപ്പണമായി എല്ലാം ചെയ്യൂ. അതുതന്നെ നിന്നെ ഈശ്വരാനുഭൂതിയിലേക്ക് എത്തിക്കും. അങ്ങനെ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മം നിന്നെ ബന്ധിക്കില്ല. പത്മപത്രമിവാംബസ, താമര വെള്ളത്തിൽ ഇരുന്നിട്ടും താമരയിൽ വെള്ളം തിരത്ത മാതിരി നിന്നെ ഈ കർമ്മങ്ങളൊന്നും ബന്ധിക്കില്ല എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലോ. ഇങ്ങനെയുള്ള ഇതാണ് ഭഗവത് ശിക്ഷ, ഭഗവാന്റെ ശിക്ഷണം, ഉപദേശം. അതിനനുസരിച്ച് കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും അവിടുത്തെ തിരുനാമങ്ങളെ ജപിക്കുകയും അവിടുത്തെ ഉള്ളിൽ സ്മരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അവന് ഒരിക്കലും കർമ്മബന്ധം പിന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഭക്തി ഉണ്ടാവണ്ടേ, അതിന് ഭഗവാന്റെ മഹിമകൾ കേൾക്കണ്ടേ, അതിനങ്ങ് ഭഗവാന്റെ മഹിമ വർണ്ണിക്കണ്ടേ, എന്നാലേ നടക്കുള്ളൂ. അതെ. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ. പറഞ്ഞല്ലോ, ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ടും ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ടും ഭഗവത് അർപ്പണ ബുദ്ധിയ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു. ഭഗവാന്റെ നാമം പറയാം. വാസുദേവ, പ്രദ്യുമ്ന, അനിരുദ്ധ, സംഘർഷണ, 4 നാമങ്ങൾ. അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ച അങ്ങനെയാവാം. അച്യുതാനന്ദ ഗോവിന്ദ നാരായണ ഏത് നാമാവാം. ഇവിടെ പറഞ്ഞ ഈ 4 നാമങ്ങൾ വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ നമ്മുടെ അന്ധക്കരണത്തിൻ്റെ ദേവതകളാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം 4 ഉണ്ടല്ലോ, ഇത് ദേവതകളാണ്.
ഇത് മൂർത്യഭിധാനേന മന്ത്രമൂർത്തിം അമൂർത്തികം യജതേ പുരുഷം സമ്യക് ദർശന പുമാൻ. ഒരാളെന്ത് ചെയ്യണം? ഈ നാമാവാം, അല്ലെങ്കിൽ ഏത് ഈശ്വരൻ നാമാവാം, ഈശ്വരന്റെ മന്ത്രം തന്നെ അവിടുത്തെ രൂപം. മനസ്സിലായില്ലേ? ആ മന്ത്രത്തെ നമ്മൾ ജപിച്ചുകൊണ്ടിരുന്നാൽ ആ മന്ത്രദേവതയുടെ പ്രസാദം നമുക്കുണ്ടാകും. അങ്ങനെ ആ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഭക്തി ഉണ്ടാകും. ഭക്തി ഉണ്ടായ മനസ്സ് ശുദ്ധമാകും. അപ്പോൾ ആ ഈശ്വരനെ നമുക്ക് ഓരോരുത്തർക്കും സാക്ഷാത്കരിക്കാൻ കഴിയും. ഇമം സ്വനിഗമം ബ്രഹ്മൻ അവേത്യ മതനുഷ്ഠിതം അതാൻമേ ജ്ഞാനമൈശ്വര്യം സ്വസ്മിൻ ഭാവം കേശവ. അല്ലയോ വേദവ്യാസ മഹർഷേ, അങ്ങനെ ഭഗവാൻ അന്ന് ഉപദേശിച്ചത് എനിക്ക് മഹാത്മാക്കളിൽ നിന്ന് മനസ്സിലായി. ആ സത്സംഗത്തിലൂടെ ഭഗവാൻ ഗീതയിൽ ഇങ്ങനെയൊക്കെ പറയണമെന്ന് നമുക്ക് എവിടുന്ന് അറിയാം? സത്സംഗത്തിലൂടെ മഹാത്മാരുന്നല്ലേ. അങ്ങനെ ആ മഹാത്മാക്കൾ പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായിട്ട് എന്തായി? ആ സർവജ്ഞനായ ഭഗവാൻ എന്നിൽ അനുഗ്രഹം ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഭക്തി ഉണ്ടായി. ഭക്തി വഴി എനിക്ക് ജ്ഞാനം ഉണ്ടായി. എല്ലാം ഭഗവാനാണെന്നുള്ള സാക്ഷാത്കാരം നേടി ഞാൻ കൃതാർത്ഥനായി സഞ്ചരിക്കുക. ത്വമപി അതഭ്രശ്രുത വിശ്രുതം വിഭോ സമാപ്യതേയേന വിദാം ബുബുത്സിതം പ്രഖ്യാഹി ദുഃഖൈർമുഹുരർദിതാത്മനാം യത്ക്ലേശ നിർവാണമുശന്തി നാന്യഥ. അപ്പം ആലോചിച്ച് നോക്കുക, ഇന്ന് ഏത് ലോകത്തും എപ്പോൾ വേണമെങ്കിൽ കയറി ചെല്ലാം. അവിജ്ഞാതഗതി എന്നൊക്കെ പറഞ്ഞ നാരദനല്ലേ. അങ്ങനെയുള്ള ഈ അവസ്ഥയിലേക്ക് നാരദൻ എങ്ങനെ പോന്നു? ഒരു വീട്ടിൽ വൈദികന്മാരുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീയുടെ മകനായിരുന്നു അല്ലേ. ആ കുട്ടിക്ക് ഈ നാരദൻ്റെ അവസ്ഥയിലേക്ക് ഉയരാൻ എത്ര ദൂരമുണ്ട്, എത്ര അന്തരമുണ്ട് അല്ലേ. ഇതെങ്ങനെയാ ആ കുട്ടി പിന്നിട്ടത്? കേവലം ഈശ്വരഭക്തിയുടെ പ്രഭാവം കൊണ്ട്. അതെങ്ങനെ സാധിച്ചു? മഹാത്മാക്കളെ സേവിച്ചതുകൊണ്ട്. അതെങ്ങനെ സാധിച്ചു? അവരിൽ നിന്ന് ഭഗവാന്റെ മഹിമകളെ കേൾക്കാനിട വന്നതുകൊണ്ട്. അതിന് ഭക്തി ഉണ്ടായി, ജ്ഞാനം ഉണ്ടായി, മുക്തി ഉണ്ടായി, എല്ലാം കൈവന്നു. അതുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്നതുകൊണ്ട് നിങ്ങൾക്കും ഇങ്ങനെ വരും. അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്യുമെന്ന്. ഇതാണ് ഉപദേശം അവസാനിപ്പിക്കുന്നത്. ത്വമപി, അങ്ങും. നാരദൻ പറയാം, എനിക്ക് ഞാൻ ഈ നിലയിലെത്തി ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്യൂ കേട്ടോ. നമ്മളോടും പറയാം, ത്വമപി, അങ്ങും എന്ത് ചെയ്യണം, നിങ്ങളും എന്ത് ചെയ്യണം. അങ്ങ് ധാരാളം പഠിച്ച ആളാ അല്ലേ, അതഭ്രശ്രുതാന്ന, ഒരുപാട് ശാസ്ത്രജ്ഞാനം അങ്ങക്ക് അല്ലേ. ബ്രഹ്മസൂത്രം, മഹാഭാരതം, പുരാണങ്ങള്, എന്തൊക്കെയാ വേദവ്യാസ മഹർഷി ചെയ്തിട്ടുള്ളതല്ലേ. നമുക്ക് ഒരുപാട് പുസ്തകം പഠിച്ച് ഞാനുണ്ടാവും അല്ലേ. അതഭ്രശ്രുതന. നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങും എന്ത് ചെയ്യണം. വിഭോഹോ വിശ്രുതം പ്രഖ്യാഹി, ആ സർവവ്യാപിയായി, ആ സർവജ്ഞനായിരിക്കുന്ന, സർവൈശ്വര്യ പരിപൂർണനായിരിക്കുന്ന ആ മഹാപ്രഭുവിൻ്റെ മഹിമയെ, കീർത്തിയെ പ്രസിദ്ധപ്പെടുത്തൂ, ലോകത്തിൽ പ്രസിദ്ധപ്പെടുത്തൂ, ലോകത്തിൽ പറഞ്ഞു കൊടുക്കൂ, വെളിപ്പെടുത്തൂ, ലോകത്തിൽ പറഞ്ഞു കൊടുക്കൂ. അതുകൊണ്ട് അങ്ങനെ എല്ലാ വിഷമങ്ങളും തീരും. അതറിഞ്ഞാൽ, ആ ഭഗവാന്റെ മഹിമ അറിഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാനാണ് എല്ലാം എന്നറിഞ്ഞാലോ, വിദാം ബുബുത്സിതം, ജിജ്ഞാസുക്കളുടെ ജിജ്ഞാസ അവസാനിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനാണ് എല്ലാം എന്നറിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും അറിയാനില്ലല്ലോ. എല്ലാം അറിഞ്ഞതായി തീരും. ഏതൊന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരുമോ എന്നാണ് ഉപനിഷത്ത് ചോദ്യം. സർവം ഭഗവാനാണെന്നുള്ളതായ ആ അനുഭവം, സാക്ഷാത്കാരം വരുമ്പോൾ പിന്നെ ഭഗവാൻ എന്ന് വേറിട്ട് ഒന്നുമില്ലെങ്കിൽ എന്തിനെ അറിയാണ്ട്? അതോടുകൂടി അവരെ അറിയാനുള്ള ആ ജിജ്ഞാസ ജ്ഞാനേച്ഛ ശമിക്കും. അവർക്ക് കൃതാർത്ഥ സംതൃപ്തി ഉണ്ടാവും. മാത്രമല്ല, ദുഃഖൈർമുഹുരർദിതാത്മനാം ക്ലേശ നിർവാണമുശന്തി, പലതരത്തിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ആ മനസ്സിന് പരമമായ വിശ്രാന്തി, ശാന്തി, സുഖം, സമാധാനം ഉണ്ടാവും. ഇതല്ലാതെ ഈ ദുഃഖ നിവൃത്തിക്കും ശാശ്വതമായ ശാന്തിക്കും അന്യഥ വേറെ വഴിയില്ല എന്ന് പറയാം. ഇങ്ങനെ ഈ അധ്യായത്തിൽ നാരദ മഹർഷി സ്വജീവിത കഥനം ചെയ്തുകൊണ്ട് വേദവ്യാസ മഹർഷിക്ക് എന്താ പറയേണ്ടത്, മാർഗദർശനം കൊടുത്തു, ഇൻസ്പയർ ചെയ്തു നൃത്തം, മോട്ടിവേറ്റ് ചെയ്തു അദ്ദേഹം നൃത്തം. അങ്ങനെയാണ് വേദവ്യാസ മഹർഷി ഭാഗവതം എപ്പോഴാണ് ഉണ്ടായത്, എങ്ങനെയാണ് രചിച്ചതെന്നൊക്കെ ചോദിച്ചില്ലേ, ആ രചനയ്ക്ക് മറുപടി പറയാം. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.